പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കേവർക്കും സെന്റ് ജോർജ് കമ്മ്യൂണിക്കേഷൻസിന്റെ സ്നേഹസ്വാഗതം. സ്വാഗതം സ്വാഗതം സ്വാഗതം, യവനിക ഉയരുകയായി, കലയുടെ നെയ്ത്തിരി തെളിയുകയായി. യവനിക ഉയരുകയായി, കലയുടെ നെയ്ത്തിരി തെളിയുകയായി. പൂത്താലങ്ങളുമായി ക്ഷണിച്ചിടുന്നിതാ, ഈ മരക്കൊമ്പിൽ കൂടുകൂട്ടിയ പ്രവാസി മൈനകൾ. ഈ മരക്കൊമ്പിൽ കൂടുകൂട്ടിയ
സ്വാഗതം 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 യവനിക ഉയരുകയായി കലയുടെ നെയ്ത്തിരി തെളിയുകയായി യവനിക ഉയരുകയായി കലയുടെ നെയ്ത്തിരി തെളിയുകയായി ആവണി സന്ധ്യയിൽ പൂവണിത്തൊടിയിൽ ഞാൻ ചന്ദനത്തിങ്കളെ നോക്കി നിൽക്കേ ആവണി സന്ധ്യയിൽ പൂവണിത്തൊടിയിൽ ഞാൻ ചന്ദനത്തിങ്കളെ നോക്കി നിൽക്കേ നീ വരും നേരം മിഴിതളിൽ കണ്ടു ഞാനെഴുതിയ പ്രണയകാവ്യം എന്നെ തിരയുന്ന പൂമിഴിയിൽ ഞാൻ കണ്ടു ആവണി സന്ധ്യയിൽ പൂവണിത്തൊടിയിൽ ഞാൻ ചന്ദനത്തിങ്കളെ നോക്കി നിൽക്കേ നീ വരും നേരം മിഴിതളിൽ കണ്ടു ഞാനെഴുതിയ പ്രണയകാവ്യം എന്നെ തിരയുന്ന ഭൂമിയിൽ ഞാൻ കണ്ടു മഴവില്ലിനഴകെല്ലാം എടുത്തു വച്ചു നീ അരിമുല്ലച്ചിരിയാലെൻ മനം കവർന്നു മഴവില്ലിനഴകെല്ലാം എടുത്തു വച്ചു നീ അരിമുല്ലച്ചിരിയാലെൻ മനം കവർന്നു അനുരാഗമെഴുതിയ നിൻമുഖപ്പൂവിനെ അനുരാഗമെഴുതിയ നിൻമുഖപ്പൂവിനെ അനുവാദമറിയാതെ ഒതുക്കി വച്ചു നീ അറിയാതെ ഇടനെഞ്ചിൽ ഒളിച്ചു വച്ചു ആവണി സന്ധ്യയിൽ പൂവണിത്തൊടിയിൽ ഞാൻ ചന്ദനത്തിങ്കളെ നോക്കി നിൽക്കേ കരിനീല ചുരുൾമൂടി ഒതുക്കി വച്ചു നീ കുളിർച്ചൂടും പുഴയിൽ നോക്കി നിൽക്കേ കരിനീല ചുരുൾമൂടി ഒതുക്കി വച്ചു നീ കുളിർച്ചൂടും പുഴയിൽ നോക്കി നിൽക്കേ കളിയോടം തുഴഞ്ഞു ഞാൻ കടവത്തണഞ്ഞപ്പോൾ കളിയോടം തുഴഞ്ഞു ഞാൻ കടവത്തണഞ്ഞപ്പോൾ കളിയായി കാതിൽ മൊഴിഞ്ഞതെല്ലാം പ്രേമ ശലഭങ്ങളായുള്ളി പറന്നുവല്ലോ
ആവണി സന്ധ്യയിൽ പൂവണിത്തൊടിയിൽ ഞാൻ ചന്ദനത്തിങ്കളെ നോക്കി നിൽക്കേ. നീ വരും നേരം മിഴിതളിൽ കണ്ടു ഞാനെഴുതിയ പ്രണയകാവ്യം. എന്നെ തിരയുന്ന പൂമിഴിയിൽ ഞാൻ കണ്ടു. ആവണി സന്ധ്യയിൽ പൂവണിത്തൊടിയിൽ ഞാൻ ചന്ദനത്തിങ്കളെ നോക്കി നിൽക്കേ. മോളെ എന്താ അമ്മ ഇത്? പ്രിയപ്പെട്ട മക്കളെ, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ലഹരിയിൽ അടിമപ്പെട്ടു പോകുന്ന പുതിയ തലമുറയ്ക്കുള്ള ഓർമ്മപ്പെടുത്തൽ. മാതാപിതാക്കളുടെ സ്വപ്നമാണ് മക്കളുടെ ജീവിതം എന്ന ഓർമ്മപ്പെടുത്തൽ. മാതാപിതാക്കളെ കണ്ടറിഞ്ഞ് മക്കൾ വളരണം. അവരുടെ കുറവുകൾ കഴിവുകളായി നിങ്ങൾ പരിഗണിക്കണം. ഒരിക്കലും അവരെ ശപിക്കുവാൻ നിങ്ങളുടെ നാവുകൾ ഉയരാതിരിക്കട്ടെ. അവരെ സ്നേഹിച്ചും ബഹുമാനിച്ചും ഒപ്പം നിൽക്കാൻ മക്കൾ തയ്യാറാകുമ്പോൾ കുടുംബം സ്നേഹത്തിൻ്റെ നിറകുടമാകുന്നു. ഈ ഓർമ്മപ്പെടുത്തലാണ് മകളെ നിനക്കായി എന്ന നാടകം അവതരിപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയത്. അനുഗ്രഹിച്ചാലും. എന്തുവാടി രണ്ടുപേരും കൂടി കമ്മെടുക്കുന്നേ? ഏത് നേരം നോക്കി അമ്മയ്ക്ക് കൊടുക്കുന്നു, അതിനകത്ത് മുമ്പിട്ടിരിക്കാനേ നേരമുള്ളൂ. ഒന്നുകിൽ മൊബൈലില്, അല്ലെങ്കിൽ ടിവിയില്, അല്ലെങ്കിൽ ഈ കുന്ത്രാണ്ടത്തില് ഒട്ടകപ്പക്ഷി തലേ പണിപ്പത്തിക്കുന്ന പോലെ സദാസമയം ഇതിനകത്താ. ഈ കുന്ത്രാണ്ടത്തിൽ നിനക്കൊക്കെ കാണാനെ കൊണ്ട് ഇതിന് മാത്രം എന്തുവാടി ഉള്ളത്? കണ്ട എന്ത് ചോദിച്ചാലും മറുപടി തർക്കുത്തരം വളർത്തി വെച്ചിരിക്കല്ലേ. എന്റെ അച്ഛാ, ഇന്ന് മോളുടെ +2 റിസൾട്ട് വരിക. അതിനകത്ത് തലകുത്തന്തിനാടി ഇതിനകത്ത് നോക്കി അറിയാൻ പറ്റും, അതുകൊണ്ടാ. ഓ പുരോഗമനം. ഞങ്ങളൊക്കെ ജയിച്ചോ തോറ്റോ നോക്കുന്നതേ പഠിച്ച പള്ളിക്കൂടത്തിൽ പോയായിരുന്നു. പിന്നെ നിന്റെ മട്ടും ഭാവം കണ്ട നീ ജയിച്ചോ തോറ്റോ നോക്കാൻ തോന്നല്ലോ. ആ ജയിക്കുന്നത് ഞാനാ. അതെ, ഈ റിസൾട്ട് അറിയാൻ ഇവളേക്കാൾ കൂടുതൽ ആകാംക്ഷയുണ്ട് എനിക്ക്. ഇത് പണ്ടത്തെ കാലം നല്ല അറിയോ? അതെ, പണ്ടത്തെ കാലല്ല. ഇപ്പൊ മക്കളെ മണ്ടക്കേറുന്നല്ലേ പഠിപ്പിക്കുന്നത്. അതിനതിന് പിള്ളേർ ഗതി പിടിക്കുന്നുണ്ടോ? അതുമില്ല. എന്ത് നാരായണ ഫുൾ എ പ്ലസ്. എനിക്ക് ഫുൾ എ പ്ലസ്. ഈ മോളുടെ നമ്പർ ഫുൾ എ പ്ലസ് ആണ്. എനിക്ക് എന്തുവാടി രണ്ടുപേരും കൂടി? അച്ഛാ, മോൾക്ക് +2 ഫുൾ എ പ്ലസ് എന്ന് വെച്ചാൽ മൊത്തം മാർക്ക് കൊടുക്കുന്നതാണോ? എന്റെ അച്ഛാ, എല്ലാ വിഷയത്തിനും 90% മുകളിൽ മാർക്ക് ഉണ്ടെന്ന്. അത്രേ ഉള്ളൂ. നിന്റെ മട്ടും ഭാവം കൊണ്ട് മൊത്തം മാർക്ക് കൊടുക്കാൻ തോന്നൂലോ. എന്റെ അച്ഛോ. മോളെ ആ ഫോൺ ഇങ്ങതാ, അച്ഛനെ വിളിച്ചു. ഉത്തരവാദിത്തം. നീ അച്ഛനാണോ വിളിക്കുന്നേ? ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിക്കാം. ഈ വാർത്ത ആദ്യം അറിയിക്കേണ്ട അച്ഛനെയല്ലേ? അച്ഛനെ പിന്നെ അറിയിക്കാം. അത് കൊള്ളാലോ. അച്ഛനേക്കാൾ പ്രാധാന്യമുള്ള ഏത് ഫ്രണ്ടാ നിനക്ക്? ഇങ്ങതാ നോക്കട്ടെ. ഡേ അമ്മേ, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അവള് വിളിക്കട്ടടി, അവനെ പിന്നെ അറിയിക്കാം. അവൾ ചന്ദ്രനിലും മറ്റൊന്നും പോയിട്ടില്ലല്ലോ. 16 ദിവസം പാസ്സായിട്ടല്ലോ. ഹലോ ഹലോ, ഇത് ഞാനാടി. ഈ ഞാനും. റിസൾട്ട് വന്നു, ഫുൾ എ പ്ലസ്. ആദ്യം നിന്നെ വിളിച്ചറിയിക്കുന്നേ. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. നീ എന്താണ് അവളുടെ റിസൾട്ട് ചോദിക്കാൻ? അവളെന്റെ ജൂനിയറാ, +1 പഠിക്കുന്നേ. സുധർമ്മ, എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുന്ന നീ +1 പഠിക്കുന്ന ഈ ഒരു ഫ്രണ്ടിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ലല്ലോ. നീ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കാൻ അവനെ വിളിച്ച് പറയാൻ നോക്കടി. ഹലോ ഏട്ടാ, ദേ മോളുടെ റിസൾട്ട് വന്നു. അറിഞ്ഞോ? ആണോ? ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണോ?
ആ ആ ആ ആ ശരി ശരി അങ്ങനെ ആവട്ടെ. ദേ അച്ഛൻ നമ്മളെക്കാൾ മുമ്പേ മോളുടെ റിസൾട്ട് അറിഞ്ഞു. ഡീ ലീവാക്കി വരിക. ആട്ടെ, നിങ്ങൾ രണ്ടാളും എനിക്ക് എന്ത് സമ്മാനാ തരാൻ പോകുന്നത്? സമ്മാനം ആ ദേവത്തും കയറി പിടിച്ച് വരുന്നുണ്ട് നിന്റെ തന്ത എന്റെ മോൻ അയ്യപ്പൻ. അയ്യപ്പ കൺഗ്രാചുലേഷൻസ്. താങ്ക് യു അച്ഛാ. സന്തോഷായില്ലേ? എനിക്ക് ആശങ്കയില്ലായിരുന്നു, എനിക്ക് ഉറപ്പായിരുന്നു എന്റെ പൊന്നുമോൾക്ക് ഫുൾ A+ കിട്ടുമെന്ന്. അതെ, റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ലഡു വാങ്ങി വെച്ചിരുന്നു എന്നിട്ട് എനിക്കെവിടെ ഓഫീസിലെ സ്റ്റാഫുകൾക്ക് കൊടുക്കാൻ. അപ്പൊ അവർ പറഞ്ഞു സാറിന്റെ ആത്മവിശ്വാസം ഭയങ്കരമാണെന്ന്. അപ്പൊ തെല്ല അഹങ്കാരത്തോടുകൂടി ഞാൻ പറഞ്ഞു എന്റെ ആത്മവിശ്വാസത്തിന്റെ പേരാ എന്റെ പൊന്നുമോൾ അരുണയെന്ന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ? ഇയാളെന്നവിടെ ഇരുന്നേ. ഹാ, ഇരിക്കടോ. അവിടെ ഇരിക്കടി. ആ, ഇനി ആ കണ്ണ് നടച്ചേ. അടക്കടി കണ്ണ്. ഇനി തുറന്നേ. എടി കണ്ണു തുറക്കാൻ. ഹായ്. എന്തേ സന്തോഷായി? എന്തായാലും അയ്യപ്പേട്ടൻ നല്ല സെലക്ഷൻ. അച്ഛന്റെ സെലക്ഷൻ ഒരു കാര്യത്തിൽ മാത്രമേ മോശമായിട്ടുള്ളൂ. എടീ, അതെ. അങ്ങനെ ഇപ്പൊ വേണ്ട. എപ്പോഴാണ് നമുക്ക് എന്നെ കളിയാക്കി മാറി മാറി? അതെ, കൊച്ചുമായിട്ട് വലിയ വർത്താനം പറയുന്നത് അതത്ര നല്ല. രവിചന്ദ്രിക തഴുകിയുണർത്തും രമണീയം വീട്, വാത്സല്യത്തിരകൾ നീന്തും കടലാണി വീട്. രവിചന്ദ്രിക തഴുകിയുണർത്തും രമണീയം വീട്, വാത്സല്യത്തിരകൾ നീന്തും കടലാണി വീട്. വസന്തദൂതിക പാടാനണയും പൂവനിയല്ലോ വീട്, സ്നേഹത്തിൻ സുഗന്ധവാഹിനി ഒഴുകും നമ്മുടെ വീട്, ഒഴുകും നമ്മുടെ വീട്. അമ്മേ, കൊള്ളാവോ? കൊള്ളാം. നീ അത് ഇട്ടോണ്ട് നടക്കണ്ട, അഴിച്ചാലമാരിലേക്ക് എങ്ങനെ വെക്കും. അവള് കുറച്ചു ദിവസം ഇടട്ടെ. ഇവിടെ വിട്ടോണ്ട് വല്ല കൂട്ടുകാരുടെ വീട്ടിലെങ്ങാനും പോകും, വല്ല ആവശ്യക്കാർ ആമ്പിള്ളേർ അടിച്ചോണ്ട് പോവുകയും ചെയ്യും. അങ്ങനൊന്നും സംഭവിക്കില്ല. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ. നിങ്ങളാ ഇവളെ ഇങ്ങനെ വഷളാക്കുന്നത്. തുടങ്ങി. ദേ, ഇവളെന്റെ മകൾ മാത്രമല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ടും ഫസ്റ്റ് ഫ്രണ്ടുമാണ്. അല്ലേ മോളെ? അച്ഛാ, വൈകിട്ട് എന്താ പരിപാടി? ദേ, ഇന്ന് വൈകുന്നേരം എല്ലാവർക്കും പുറത്തു നിന്ന് ഭക്ഷണം. എന്താ കെട്ടുന്നായാൽ അല്ല അതല്ലേ പതിവ്. മോള് പറ. സ്വന്തമായൊരു മൊബൈൽ. ദേ, അത്യാവശ്യ ഫ്രണ്ട്സിനെ വിളിക്കാൻ എന്റെ ഈ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് മതി. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞു. അയ്യോ, നിന്നെ പ്രസവിച്ചതേ ഞാനാ. ആ എന്നെ നീ ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട കേട്ടോ. അതാ എന്റെ കഷ്ടകാലം. എന്താണ് നീ ഏ, പറഞ്ഞത്? മതി 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 മതി. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സകല കുട്ടികളും വഷളാകുന്നതിന്റെ ആദ്യത്തെ കാരണം ഈ മൊബൈൽ. സത്യം. അസ്ര, എന്തിനും രണ്ട് വശങ്ങളുണ്ട്. ഓ, തുടങ്ങി. ഏത് കാര്യവും നന്നായി ഉപയോഗിക്കാം, ചീത്തയായി ഉപയോഗിക്കാം. എന്ത് തന്നെ ആയാലും ഈ കാലഘട്ടത്തിൽ മൊബൈൽ എന്ന് പറയുന്നത് അവശ്യ ഘടകമാണ്. കണ്ടോടി എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടോടി. എന്റെ മോൻ പറഞ്ഞപ്പോ എഴുന്നേറ്റ് കണ്ടോടി. ഓ, മോളുടെ താളത്തിനൊത്ത് അങ്ങ് തുള്ളിക്കോ. തുള്ളിക്കോടാ തുള്ളിക്കോ. അവസാനം എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എന്നെ കൊണ്ടും നിർത്താച്ച അവിടുന്ന്. എന്ത് കണ്ടാലും ഒരു കൗണ്ടർ അടിക്കുന്നത്. എൻട്രൻസ് എക്സാമിനേഷന്റെ റിസൾട്ട് വരട്ടെ. നമ്മുടെ മോളെ കുറിച്ച് നമുക്കൊരു ആത്മവിശ്വാസമൊക്കെ ഇല്ലേ? അതൊക്കെ ഉണ്ട്. എനിക്ക് ആ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് അച്ഛാ. അതെന്താ മോളെ? ലിറ്ററേച്ചർ എടുത്ത് കോളേജിൽ പോകാനാ എന്റെ തീരുമാനം. എന്ത് ഭ്രാന്താ ഇവളീ പറയുന്നേ. 8ാം ക്ലാസ് മുതൽ ഡോക്ടർ ആണെന്നും പറഞ്ഞ് പഠിച്ചു വന്നവൾ, സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചവൾ, കഴിഞ്ഞ 2-3 വർഷങ്ങളായി എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നവൾ. എന്നിട്ടിപ്പോ എനിക്കിപ്പോ അതിലൊരു താല്പര്യം ഇല്ലെന്ന്. ഇതൊന്നും തീരുമാനിക്കേണ്ടത് നീയല്ല. നിന്നെ എന്തിനു വിടണം, എന്ത് പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇനി ഒരു പക്ഷേ മെറിറ്റിൽ ഞാൻ മെച്ചപ്പെട്ട സ്ഥാനത്ത് എത്തിയാലും എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. ഇവളെന്താ ഇങ്ങനെ? സന്തോഷത്തോടെ
എക്സാം എഴുതിയ പെണ്ണാ. എന്നിട്ടിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം. അല്ല, അവളല്ല ഇതൊന്നും തീരുമാനിക്കേണ്ടത്, നമ്മളാ. കാലം കടന്നു പോകുന്നതും മക്കൾ വളർന്നു വലുതാകുന്നതുമൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുണ്ടോ? ഇന്നലെ വരെ കണ്ട മകളെയല്ല ഇന്ന് കണ്ടത് എന്ന് തോന്നിപ്പോവുക. അതൊന്നും ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ അവളുടെ ഇഷ്ടത്തിലൊന്നും അങ്ങ് വിടാനൊക്കോ? പെറ്റുപോറ്റി വളർത്തിക്കൊണ്ട് വന്ന നമുക്ക് ചില തീരുമാനങ്ങളില്ലേ, ആഗ്രഹങ്ങളില്ലേ? അനുസരിക്കണം. ഇല്ലെങ്കിൽ ആരോ വരുന്നുണ്ട്. ഞാൻ വിജയൻ മേനോൻ, ഇലക്ട്രിസിറ്റി ബോർഡിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ഇരിക്കണം സർ. താങ്ക് യു. ഞാൻ അറിയാം, അയ്യപ്പൻ നായർ, ലേബർ ഓഫീസർ. മോൾക്ക് +2 ഫുൾ A+ ഉണ്ടല്ലേ? അതെ, അതിന്റെ സന്തോഷത്തിലാ ഞങ്ങൾ. അർച്ചന, നോക്കി നിൽക്കാൻ സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അവരുടെ അമ്മ നിന്നേ, എനിക്കിപ്പോ ഒന്നും വേണ്ട. മോളെ അറിയോ? അറിയുമോ എന്ന് ചോദിച്ചാ അറിയില്ല, പക്ഷേ അറിയാം. അയ്യപ്പൻ നായരെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ഗൗരവമായിട്ട് കേൾക്കണം, ശാന്തമായി. നിങ്ങളെന്താ ആമുഖം പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുകയാണോ? ചില വിഷയങ്ങൾക്ക് ആമുഖം വേണം ചങ്ങാതി. നിങ്ങളുടെ മകളും എന്റെ മകനും തമ്മിൽ കുട്ടികൾ പ്രണയമെന്ന് പറയുന്ന, നമ്മൾ മുതിർന്നവർ അപകടമെന്ന് നിனைക്കുന്ന ചില ബന്ധമുണ്ട്. എന്റെ മകൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുക, സുധീർ. അയാൾക്ക് അമ്മയില്ല, ഒറ്റ മകന്. നിങ്ങളെന്താ വിവാഹാലോചനയുമായി വന്നത്? 22 വയസ്സേ ഉള്ളൂ. മോളെ എങ്ങനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് ആലോചിക്കണം. ചോദ്യവും ഭേദ്യവും ഒന്നും നന്നല്ല, പ്രശ്നം വഷളാകും. ക്ഷമിക്കണം, ഒരു പിതാവിന്റെ ഗതികേട് കൊണ്ട് പറഞ്ഞു പോകുന്നത്. എൻ്റെ മകൻ സുദീപ്, അയാൾ ചങ്ങാത്തം കൂടാൻ നല്ല കുട്ടിയല്ല. അയാൾക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞ് നമ്മളെ ചതിക്കേണ്ട കാര്യം എന്താ? അയ്യപ്പേട്ട വിശ്വസിക്കുന്നുണ്ടോ നമ്മളെ മോൾ അങ്ങനെ എന്തെങ്കിലും? അത് പിന്നെ എനിക്ക് കഴിയില്ല. ഈശ്വരാ, ചങ്കിനകത്തൊരു നെരിപ്പോട് കിടന്ന് നീറുക. കേട്ടതൊക്കെ സത്യമാണോ എന്ന് ആരോട് ചോദിക്കും? വേറെ ആരോട് ചോദിക്കാൻ? അവളോടല്ലേ ചോദിക്കാം. നീ മോളോട് എന്ത് ചോദിക്കും? നിനക്ക് ഇങ്ങനെ ഒരു കുട്ടിയുമായി ബന്ധമുണ്ടോ എന്നോ? നമ്മുടെ മോളെ നമുക്കറിയില്ലേ, കൊച്ചുകുട്ടിയല്ലേ അവള്. ഒരു പക്ഷേ പ്ലീസ്, സത്യമാണെങ്കിൽ നമ്മൾ അറിയുന്നിടത്ത് അവളിൽ ഒരു വലിയ പ്രശ്നം അവസാനിക്കുക. ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ വിവേകപൂർവ്വം ഇടപെടണം. കേട്ടതിൽ എത്രമാത്രം സത്യമുണ്ടോ എന്ന് അന്വേഷിച്ചറിയണം. അയാൾ പറഞ്ഞതൊന്നും സത്യമല്ല. രണ്ടുപേരും കൂടി ഗൂഢാലോചന. നിന്നെ എവിടെയും കണ്ടിട്ടേ ഇഞ്ചിൽ തന്നെ കുറങ്ങനെ പോലെ ഉണ്ടല്ലോ. പെങ്കുത്തിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? നീ 10ാം ക്ലാസ് പാസ്സായപ്പോ ഈ അച്ഛനോടൊന്നാ ചോദിച്ചേ, അടുത്തെന്താ പരിപാടി? നീ കോളേജിൽ പോണെന്ന് പറഞ്ഞു, വിട്ടു. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ എഴുതണം, ഒരു സർക്കാർ ജോലി നിലപ്പെടുത്തണം. അതും നീ ചെയ്തു. അതല്ലാതെ നിന്നെ ആരാക്കണം എന്താക്കണം എന്നൊക്കെ പറഞ്ഞേ ഞാൻ ഈ ഉമ്മർത്തും തലപോയിട്ടൊന്നുമില്ല. അല്ല, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നിന്നെ ലേബർ ഓഫീസറാക്കണമെന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തോ? ഇവളെ കൊണ്ട് കെട്ടിക്കണമെന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തോ? ഇല്ല. ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണണം. അതാ മക്കളെ ജീവിതം. നമുക്ക് ഈ കാര്യം അച്ഛനോടൊന്ന് പറഞ്ഞാലും. എന്നിട്ട് വേണം നാട്ടുകാരും ബന്ധുക്കളത് അറിയാൻ. വേണ്ട, തൽക്കാലം അച്ഛനത് അറിയണ്ട. എന്താടി അച്ഛനറിയാൻ പാടില്ലാത്തത്?
അറിയരുത്. അറിഞ്ഞാ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ടായെങ്കിലോ. ഒരു പ്രശ്നത്തിന്റെ പേരല്ല അച്ഛനെന്ന്, പ്രശ്ന പരിഹാരത്തിന്റെ പേരാ. എന്തുവാ എത്തിയല്ലോ നീ. ഇവർ രണ്ടിനുള്ളിൽ തീ കോരിട്ടൂലോ, അതിങ്ങനെ കിടന്ന് നീറ. മകളെ ഡാക്ടറിയാക്കുന്നു മാതാപിതാക്കൾ ഇങ്ങനെ വാശി പിടിച്ചാൽ എന്താ ചെയ്യ? അനുഭവിക്കന്നെ, അല്ലാതെന്താ. നിന്നെ നോക്കിയല്ലാതെ വേറെ ആരോ നോക്കിയാണ് ഞങ്ങള് സ്വപ്നം കാണേണ്ടത്. അച്ഛനെ, അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നമ്മൾ എതിർന്നിട്ട് കാര്യമില്ല. മോളിങ് വന്നേ. അച്ഛൻ പിന്നെ ആലോചിച്ചപ്പോ തോന്നി മോളുടെ തീരുമാനമാണ് ബെറ്റർ. ഡിഗ്രി കഴിഞ്ഞ സിവിൽ സർവീസ് എഴുതാമല്ലോ, അതല്ലേ ഏറ്റവും ഗ്ലാമർ ജോബ്. ഡിഗ്രി പഠനത്തോടൊപ്പം അതിന്റെ കോച്ചിങ് നടക്കട്ടെ. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് സിവിൽ സർവീസ് എഴുതണം, കളക്ടർ ആവണം, ഈ നാട് ഭരിക്കണം. അതിനു മുൻപ് ഞാനങ്ങ് മരിച്ചു പോയാലോ? തോന്നിയാസം പറയുന്നു. എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറഞ്ഞോണം. മനുഷ്യ ജീവിതത്തിൽ അങ്ങനെ കൂടി ഒരു ഓപ്ഷൻ ഇല്ലേ അമ്മേ? മോളെ, എപ്പോഴും നല്ലത് പ്രതീക്ഷിക്കണം. ഈ ശുഭാപ്തി വിശ്വാസം എന്നൊക്കെ പറയാറില്ലേ? നിന്റെ തീരുമാനങ്ങൾക്കാണ്, നിന്റെ ഇഷ്ടങ്ങൾക്കാണ് നിന്റെ കരിയറിന്റെ വില. അത് എന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷേ ഈ അച്ഛന് നിന്നോടൊരു പരാതിയുണ്ട്. നിന്റെ മനസ്സിൽ ഇങ്ങനൊരു തീരുമാനം ഉണ്ടായിട്ട് നീ ഇത് അച്ഛനോട് പറഞ്ഞില്ല. അത് പിന്നെ ഞാനിങ്ങനെ മാറി ചിന്തിക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് അച്ഛാ. കുട്ടിക്കാലത്ത് ഞങ്ങളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ അമ്മ കേൾക്കാതെ അച്ഛനെ എന്നും ഞാൻ കേൾക്കാതെ അമ്മയെന്നും നീ കളവ് പറയുമായിരുന്നു. അത് ഏതു മാതാപിതാക്കളും വല്ലാതെ രസിക്കുന്ന സുഖമുള്ളൊരു നുണയാ. കുറെ കൂടി വലുതായപ്പോൾ നീ പറയുമായിരുന്നു ഞങ്ങൾ രണ്ടാളെയും ഒരുപോലെ ഇഷ്ടമാണെന്ന്. ഞാൻ പറഞ്ഞത് അച്ഛന് വേദനിച്ചോ? ഏയ് മോളെ, മാതാപിതാക്കളോട് പറയാനും പങ്കുവെക്കാനും കഴിയാത്ത ഒരു രഹസ്യവും പെമ്മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്നെ കുറിച്ചുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാ പിന്നെ ഞങ്ങളുടെ ജീവിതം തകർന്നോന്നല്ലേടേ. മോളെ, എന്നോട് പറയാത്ത, ഞങ്ങളുമായി ഷെയർ ചെയ്യാത്ത എന്തെങ്കിലും ഒരു രഹസ്യം മോളുടെ മനസ്സിലുണ്ടോ? ഏയ്, മുന്നോട്ടുള്ള യാത്രയിൽ എന്ത് പഠിക്കണം എന്നുള്ളത് എന്റെ തീരുമാനമാണ്, അത് രഹസ്യമല്ല. അവളുടെ മനസ്സിൽ ഒരു രഹസ്യമില്ല. അയാൾ പറഞ്ഞത് മുഴുവൻ കളവാ. നമുക്ക് അങ്ങനെ വിശ്വസിക്കാം അല്ലേ ഏട്ടാ? അങ്ങനെ ആശ്വസിക്കാം. ഹലോ, നന്ദിനിയല്ലേ? എടോ, ഞാൻ അരുണയുടെ അമ്മയാ. തന്റെ മോളുണ്ടോടോ അവിടെ? അവിടെ നിന്റെ മോളോ ചോദിക്കണേ. ചോദിക്കാം. ഒന്ന് കൊടുക്കൂ. മോളെ, ആന്റിയാ, മോള് സ്കൂളിൽ പോയില്ലായിരുന്നോ? അരുണയെ കണ്ടോ? എന്നിട്ട് അവളെവിടെ പോയി? ഇല്ല മോളെ, അവളൊന്നും വരെ വന്നില്ല. ഇനിയിപ്പോ വൈകിട്ട് വീട്ടിലേക്ക് അങ്ങനെ പോയി കാണൂ. മോള് വെച്ചോ, ഞാനേ വൈകിക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓ ശരി ശരി. എന്താ മോളെ പറഞ്ഞേ? അവരെല്ലാരും അവിടെ ഉണ്ടായിരുന്നു അച്ഛാ. എന്നിട്ട് എവിടെ പോയി കാണുമെന്ന് അറിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കറിയില്ല അച്ഛാ. അവളിപ്പോ എന്തിനാ സ്കൂളിൽ പോയത്? സർട്ടിഫിക്കറ്റ് വരും, അത് വാങ്ങണമെന്ന് പറഞ്ഞ് പോയിരിക്കാ. നീ സ്കൂളിലേക്ക് വിളിച്ചോ? ഇല്ല അച്ഛാ. എന്നാ പ്രിൻസിപ്പാൾ വിളിച്ചു നോക്കണേ മോൾ അവിടെ എത്തുമെന്ന്. അച്ഛാ, പിള്ളേരെല്ലാരും അവിടെ ഉണ്ടായിരുന്നു. വിളിച്ച കൂട്ടുകാരൊക്കെ അങ്ങനെയാ പറയുന്നത്. കിട്ടുന്നില്ലല്ലോ ഈശ്വരാ. വിളിച്ചു നീ അയ്യപ്പനെ അറിയിച്ചോ? ചേട്ടൻ അന്വേഷിച്ച് പോയിട്ടുണ്ട്. അവിടെ കൂട്ടുകാരൻ അവർ നിന്റെ ഇല്ലേ? എല്ലാരും വിളിച്ചു ചോദിച്ചാ അവരൊക്കെ അറിയില്ലേ അച്ഛാ? സ്കൂളിൽ പോയ കുട്ടി തിരിച്ചെത്തിയിട്ടില്ലെന്ന്. നാട്ടുകാരറിയുന്നു പറഞ്ഞ് മോളെ അന്വേഷിക്കായിരുന്നാലോ? രാവിലെ പോയി വെക്കുച്ച, ഇപ്പൊ മണി 2 കഴിഞ്ഞു. മോളെ, കാലം നന്നല്ല കൊച്ചേ. മോളെ, അച്ഛനൊന്ന് തിരക്കി പോയാലോ? എവിടേക്കാന്ന് പറഞ്ഞ അച്ഛാ? എടി, ഞാൻ ജനിച്ചു വളർന്ന നാടായത്. അവളെ കൂട്ടുകാരെ വീട്ടിലേക്ക് പോയി നോക്കാം. അച്ഛാ, പോകാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ വിളിച്ചു ചോദിച്ചു. സാധാരണ സൈക്കിളിൽ പോകുന്ന പെണ്ണോ കൊണ്ടു പോയിക്കോളാന്ന് പറഞ്ഞു. യൂണിഫോമിലല്ലേ അച്ഛാ പോയിരിക്കുന്നത്. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ മോളെ?
സമാധാനമുണ്ട്. ആ മോളെയും കൊണ്ട് വരുമായിരിക്കും. ആ അതെ, നീ അവിടെ തല്ലാനും കൊല്ലാനും നിൽക്കണ്ട. പണ്ടത്തെ കാലല്ല, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് പിള്ളേർക്ക് കയറി തൂങ്ങുന്ന കാലമാ. അയ്യോ ഇല്ലച്ചേ. സ്കൂളിൽ പോയിരുന്നു. എന്നിട്ട് നമ്മുടെ സ്കൂളിന് മുന്നിൽ ബേക്കറി നടത്തുന്ന ഹരിയില്ലേ, നമ്മുടെ മോള് ഒരു പയ്യന്റെ ബൈക്കിന് പിന്നിൽ കയറി പോകുന്നത് കണ്ടെന്നു. ഏത് പയ്യന്റെയാ? അതയാൾക്ക് അറിയില്ല. അതവനാ? ആര്? അയ്യപ്പേട്ട ഇങ്ങനെ ഇരുന്നാലോ? കയ്യും കാലും ആടുന്നില്ല അർച്ചനെ. എന്ന് പറഞ്ഞ തന്നെയുമല്ല, ആരാ എന്താന്നൊക്കെ അറിയാതെ എവിടാന്ന് വെച്ചാ അന്വേഷിച്ചു പോവുക. സംശയിക്കേണ്ട, അത് അവൻ തന്നെയാ. നീ അവൻ അവിടുന്ന് പറയുന്നു, അവന് പേര് നേടി. വായേട്ടാ, നമുക്ക് അയാളുടെ വീട്ടിലേക്ക് പോവാം. വാ വാ ഇങ്ങോട്ട്. മക്കളെ, അയ്യപ്പോ നമ്മുടെ മോൾക്ക് ഒരു പയ്യനുമായി ബന്ധമുണ്ട് എന്നൊരു അറിവ് കിട്ടിയിരുന്നു. ഞങ്ങളത് വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പോ ഒട്ടും സമയം കളയണ്ട, വേഗം പോ. പെങ്കൊച്ച പാഴാകുന്ന ഓരോ നിമിഷവും അപകടമാ. അല്ല ഇതാര്? എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? വരണം, ഇരിക്കണം, കുടിക്കാൻ എന്താ എടുക്കണം? നിങ്ങളുടെ സൽക്കാരവും സ്വീകരണവും ഏറ്റുവാങ്ങാൻ പറ്റിയ മാനസികാവസ്ഥയല്ല മിസ്റ്റർ. ഞങ്ങളുടെ മകളെ കാണാനില്ല. മോളെവിടെ പോയി? രാവിലെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ സ്കൂളിൽ പോയതാ, ഇതുവരെ മടങ്ങി എത്തിയിട്ടില്ല. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞതോ അവളൊരു പയ്യന്റെ ബൈക്കിന് മുന്നിൽ കയറി പോയെന്നാ. നിങ്ങൾ പറഞ്ഞ സത്യമാണെങ്കിൽ അത് അവനായിരിക്കും. മേബി ആയിരിക്കാം. നിങ്ങൾ അവനെ വിളിക്കുക, അല്ലെങ്കിൽ ആ ഫോൺ നമ്പർ തരിക, ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ വിളിക്കാം. താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. മക്കൾ നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കും. വിളിച്ചു നോക്കുമ്പോഴാണ് പലപ്പോഴും അറിയുന്നത് അവർ നമ്മുടെ പരിധിക്ക് പുറത്താണെന്ന്. അരുണയല്ലേ അവനോടൊപ്പം കാണും. നിങ്ങൾ എത്ര നിസ്സാരായിട്ടാ മനുഷ്യ ഈ പറയുന്നേ? 18 വയസ്സ് കഴിഞ്ഞ എന്റെ മോള് നിങ്ങളുടെ മോനോടൊപ്പം. ഈശ്വര, അവരവൾ എവിടെ കൊണ്ടുപോയി കാണും? എനിക്കറിയില്ല. നിങ്ങൾ ഇവരൊക്കെ ഇങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മകളെ എങ്ങനെയൊക്കെയാണ് വളർത്തിയത്? ഏതെങ്കിലും ആൺകുട്ടികൾ വിളിച്ചാൽ അവരുടെ ബൈക്കിന്റെ പിന്നിൽ കയറി പോകണമെന്ന് പറഞ്ഞു മക്കളെ വളർത്തുന്നതിന് പാഠപുസ്തകമൊന്നുമില്ല മാഡം. വട്ടാവട്ടം പുതുക്കുന്ന സിലബസും ഇല്ല. നിങ്ങളുടെ മകൻ ചീത്തക്കുട്ടിയാണെന്ന് നിങ്ങൾ പറഞ്ഞു. അത് എന്റെ ഗതികേട്. അയാൾക്ക് 17 വയസ്സുള്ളപ്പോ അവന്റെ അമ്മ പിണങ്ങിപ്പോയി. സംശയം, ഒപ്പം ജോലി ചെയ്യുന്ന ഒരു സബ് എഞ്ചിൻ പെൺകുട്ടിയുമായി എനിക്ക് ബന്ധമുണ്ടെന്ന് ആരോപണം. അന്ന് ഞാൻ ജോലി സംബന്ധമായി അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വിളിക്കും, ഒരുമിച്ച് സഞ്ചരിക്കും. അവൾക്ക് നിന്നേക്കാൾ കാണാൻ സൗന്ദര്യമുണ്ടെന്നൊരു അബദ്ധ സത്യം ഞാൻ എൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞുപോയി. ഏതാണ്ട് ഒരു 4-5 വർഷം നീണ്ട കലഹം. സംശയിച്ച് ഉണ്ടായിരുന്ന വിശ്വാസം കൂടി നഷ്ടപ്പെട്ടു പോയി. മകൻ വളർന്നു വന്നപ്പോൾ കേൾക്കുന്നത് അച്ഛനും അമ്മയും കൂടി ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞ് കലഹിക്കുന്നത്. ഞാനില്ലാത്തപ്പോൾ അവൾ എന്നെ ശത്രുപക്ഷത്ത് നിർത്തി എന്റെ കുറ്റങ്ങൾ മകനെ പറഞ്ഞു കൽപ്പിച്ചു. അവസാനം അവൾ എന്നോട് പിണങ്ങി അവളുടെ മാതാപിതാക്കളോടൊപ്പം വിദേശത്തേക്ക് പോയി. ആൺകുട്ടികളുടെ അവരുടെ അഡോളസന്റ് പീരീഡിൽ സ്വാഭാവികമായി അച്ഛന് ശത്രുവായിട്ട് കാണും. അതിനൊപ്പം പരസ്ത്രീ ബന്ധമുള്ള അച്ഛൻ, അമ്മ പിണങ്ങിപ്പോകാൻ കാരണക്കാരനായ അച്ഛൻ. ഞാൻ എന്ത് ചെയ്യും? സ്നേഹവും പണവും ഒക്കെ വാരി കോരി കൊടുത്തു നോക്കി.
എന്നേക്കാൾ തലയെടുപ്പുള്ള മോനെ കുസ്തി പിടിച്ച് തോൽപ്പിക്കാൻ ഒക്കുമോടോ? അതിനുള്ള ആരോഗ്യവും കഴിവും ഉണ്ടെങ്കിലും മക്കളോട് കലഹിച്ചാൽ നമ്മൾ തോറ്റുപോകും. അതൊരു ഗതികേട്. മോനെ അയ്യപ്പൻ നായരെ, ഭേദിക്കാൻ പ്രയാസമുള്ള കെണി ഏതാണെന്ന് അറിയാമോ? ബന്ധങ്ങളുടെ കെണിയ. അരുണാണ് അച്ഛനും അമ്മ എപ്പോ എത്തി? ഏതാണോ ഈ കുട്ടി? അച്ഛാ, ഇത് അരുണ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നു. നിങ്ങൾക്കത് നേരം പോക്കായിരിക്കും. പക്ഷെ ഈ മകളെ കാണാതെ ആദ്യം പിടിച്ച് വന്നിരിക്കുക ഈ മാതാപിതാക്കൾ. നിന്റെ ഇരിപ്പും ഭാവം കണ്ട ലോകം നിന്റെ കാലത്തോട്ടിൽ അവസാനിച്ച് തോന്നല്ലോ. അയ്യപ്പ, നമ്മൾ ജീവിതത്തിൽ കൂടുന്ന കണക്കുകളൊന്നും ശരിയാവണമെന്നില്ല. പണ്ടുള്ളവർ പറഞ്ഞിട്ടില്ലേ, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മോഹിക്കരുതെന്ന്. ഇപ്പോഴും എന്റെ മനസ്സൊന്ന് പരിഹാരം എന്ന് വെച്ചാ പെങ്കുത്തിനെ പിടിച്ച് കെട്ടിച്ചു വന്നത് തന്നെയാ പരിഹാരം. അവൾക്ക് എത്ര വയസ്സുണ്ടെന്നറിയോ അച്ഛന്? എടാ, നിന്നെ പ്രസവിക്കുമ്പോ നിന്റെ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടെന്നറിയോ? 17. അച്ഛ, അന്നത്തെ കാലമാണോ ഇത്? എടാ, ആ കാലത്തൊരു പെങ്കുച്ച് പ്രായമാവുന്നതേ 14 വയസ്സ് കഴിഞ്ഞ. ഇന്ന് 7-9 വയസ്സിലെ പിള്ളേർ പ്രായമാവുന്നേ. എന്താ കാര്യം? ആഹാരദോഷം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കുന്ന രോഗത്തിന്റെ പേരല്ല പ്രേമെന്ന്. ഒന്നുകിൽ ഗൗരവമായിരിക്കണം, അല്ലെങ്കിൽ തള്ളിക്കളയണം. ഏടാ, ഒരു പെങ്കൊച്ചൊരു സുഹൃത്തിന്റെ ബൈക്കിന് പിറകെ കയറി പോയെന്നും പറഞ്ഞ് ഒന്നുമില്ല. അങ്ങനെ നമ്മളും അവർ തീരുമാനിച്ച ഒന്നുമില്ല. അച്ഛാ, ആ കട നടത്തുന്ന ഹരിയൊക്കെ കണ്ടതല്ലേ? അങ്ങനെ പലരും കണ്ടു കാണും. എന്ന് വെച്ച് നീയും നിന്റെ അച്ഛൻ കൂടുതൽ പ്രശ്നമാക്കിയെടുത്ത് ആ പെങ്കുത്തിന് തോളി കയറിയ പ്രശ്നം വഷളാകും. ഇയാളെ ജീവിതകാലം മുഴുവൻ നിനക്ക് എന്റെ മോളെ ഇയാളെ വരുതിക്ക് തടച്ചിടാനും കൂടാ. നാളെ നീ ഇവിടെ പഠിക്കാനായി ബാംഗ്ലൂരോ മറ്റോ വിട്ടാൽ, വിദേശത്ത് വിട്ടാൽ, അവിടെ ഏതെങ്കിലും പയ്യന്റെ ബൈക്കിൽ പിറകിലോ കാറിലോ കയറി പോവില്ല എന്ന് നിനക്ക് മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വാങ്ങാനോ കൂടാ. അവൾക്ക് ആൺകുട്ടികളായ സുഹൃത്തുക്കളില്ലേ? 10ാം ക്ലാസ് വരെ പഠിച്ചത് ആണും പെണ്ണും ഒരുമിച്ച് പഠിക്കുന്ന സ്കൂളിലാണ്. എത്രയോ കുട്ടികൾ ഒന്ന് ഭക്ഷണം കഴിച്ചിരിക്കുന്നു, ഒരുമിച്ചിരുന്ന് തല്ലുകൂടി പഠിച്ചിരിക്കുന്നു. ഇതും അതുപോലൊരു കൂട്ടുകാരൻ അതങ്ങനെ കണ്ടാ മതി. വേണ്ടാത്ത ആലോചനകളും ആശയങ്ങളും മനസ്സിൽ നിന്ന് വീടാടോ. മോളെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. നീ മോളോട് എന്തെങ്കിലും ചോദിച്ചോ? ഏയ്, അതെ, അച്ഛൻ പറയുന്നത് സൗഹൃദം എന്നതിനപ്പുറം മറ്റൊന്നുമില്ലെന്നാ. അങ്ങനെ അവൾ അച്ഛനോട് പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അല്ലെന്ന് ആര് പറഞ്ഞു? ശരി, അങ്ങനെയാണെങ്കിൽ കോളേജിൽ പഠിക്കുന്ന അവന് +2 പഠിക്കുന്ന നമ്മളെ മോളുമായിട്ട് എങ്ങനെ സൗഹൃദം ഉണ്ടായി? അതെ, അതെന്നോടല്ലാണ് ചോദിക്കേണ്ടത്. അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവിന്റെ പേരാടി അമ്മയെന്ന്. ഇതൊന്നും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അവളെന്നെ സമർത്ഥമായിട്ട് കളിപ്പിക്കുകയായിരുന്നു. അതെ, അവൾ എന്റെ ഫോണിൽ അവന്റെ പേര് സേവ് ചെയ്തത് എങ്ങനെയാണെന്നറിയാമോ? സുധീപ് എന്നല്ല, സുധർമ്മ എന്നുള്ള പേരിൽ. ഞാനിപ്പോ ശ്രദ്ധിക്കുമ്പോഴാ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ആ നമ്പറിലേക്ക് അവൾ ഒരുപാട് പ്രാവശ്യം കോൾ ചെയ്തിരിക്കുന്നത്. ഈശ്വര, 8 പൊട്ടും തിരിയാത്ത നമ്മുടെ മോളെ അവരെന്തൊക്കെയോ പറഞ്ഞു വശീകരിച്ചെടുത്തതാ. എല്ലാ മാതാപിതാക്കളുടെയും വിചാരം അവനവന്റെ മക്കളൊക്കെ പാവങ്ങളാ, ആൺകുട്ടികൾ കൂടുതൽ നിന്ന് മയക്കി നോക്കിയ. അതല്ല, മാതാപിതാക്കൾക്ക് മക്കളെ അറിയില്ല, അതാ പ്രശ്നം. ഇവറ്റകളുടെയൊക്കെ മനസ്സറിയാവുന്ന യന്ത്രം വല്ല നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എവിടെ, എന്തിന്റെ കുറവ് വരുത്തി ഞങ്ങൾ? പൊന്നുപോലെ എന്തിന്
കൂട്ടുകാരിയെ പോലെ കൊണ്ടു നടന്നതല്ലേ ഞാൻ. ജീവിതത്തിന് സകല പ്രതീക്ഷയും തകർന്നു പോയച്ചാ. തോറ്റുപോയി എന്നിലെ അമ്മ. സുദീപിനെ പരിചയപ്പെട്ടിട്ട് 1 വർഷം കഴിഞ്ഞു. അയ്യർ സാറിന്റെ വീട്ടിൽ ട്യൂഷൻ പോയപ്പോഴാണ് പരിചയപ്പെട്ടത്. എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടമാണ്. അവനാണോ പറഞ്ഞത് മെഡിസിൻ പോണ്ട ഡിഗ്രി എടുത്താൽ മതി? അതെ. 18 വർഷം വളർത്തി വലുതാക്കി അച്ഛനും അമ്മയും പറഞ്ഞ നീ മറന്നു. 1 വർഷം മുമ്പ് മാത്രം കണ്ടു പരിചയപ്പെട്ട് അവൻ പറഞ്ഞ നീ അനുസരിച്ചു. മാതാപിതാക്കളെക്കാൾ വലുതാണോടി ഒപ്പം നിനക്ക്? ഇപ്പോഴെങ്കിലും നിനക്ക് ഇതൊരു തെറ്റായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. എന്താടി നീ പറഞ്ഞേ? നിന്നെ നീ ഒരു നിമിഷമെങ്കിലും ഈ അച്ഛനെ കുറിച്ച് ഓർത്തോടി. ഒരാളെ ഇഷ്ടപ്പെടുന്നത് എങ്ങനെ തെറ്റാകും? പ്രേമിക്കുന്നത് ഒരു പാപമാണോ? വേണ്ടാതിനം കാണിച്ചിട്ട് ന്യായീകരിക്കുന്നു. എനിക്കൂടെ അങ്ങനെ തോന്നണ്ടേ? നിനക്ക് അങ്ങനെ തോന്നാത്തത് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. വേണ്ട, അത് ശരിയാവില്ല. ഞാൻ സമ്മതിക്കില്ല. അമ്മയുടെ സമ്മതം ഞാൻ ചോദിച്ചില്ല. അവന്റെ കൂടെ പോകാനാണ് തീരുമാനമെങ്കിൽ ഞാൻ മരിക്കും നിന്റെ മുന്നിൽ. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് സുദീപിനോടൊപ്പം തന്നെയായിരിക്കും. എന്താണോ ഇത്? കേട്ടില്ലേ അവള് പറഞ്ഞു? കേട്ടു, മനസ്സിലായി. പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ കഴിയും വിധം നമ്മുടെ മോള് വളർന്നു എന്ന് എന്താണോ താൻ ഇതുവരെ മനസ്സിലാക്കാത്തത്? മോളെ, മക്കൾ വളർന്നു എന്ന് അംഗീകരിക്കാൻ മടിക്കുന്നത് സ്വാർത്ഥതയല്ല, ഇഷ്ടക്കൂടുതൽ കൊണ്ടാ. മോൾക്ക് ആ കുട്ടിയോട് അങ്ങനെ ഒരു ഇഷ്ടമാണുള്ളതെങ്കിൽ ഞാനോ നിന്റെ അമ്മയോ മുത്തശ്ശനോ ഒന്നും എതിർത്തിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളത് അംഗീകരിക്കുന്നു. പിന്നെ ഞാൻ എന്ത് വേണം? ആത്മഹത്യ ചെയ്യുമെന്ന് പുലമ്പി അപഹാസ്യനാകണോ? മോളിക്ക് വന്നേ. ഇനി അച്ഛൻ പറയുന്നത് വളരെ ഗൗരവപൂർവ്വം കേൾക്കണം. അച്ഛൻ എന്നോട് വെറുപ്പുണ്ടോ? നിന്നെ വെറുത്താൽ പിന്നെ ഞങ്ങൾക്ക് ജീവിതമുണ്ടോടി? അതെ, സുധി പഠിക്കല്ലേ, ഏറിയാൽ 22 വയസ്സ് കാണും. അയാൾ പഠിക്കട്ടെ, ഒപ്പം മോളും പഠിക്കുക. പഠിപ്പൊക്കെ കഴിഞ്ഞ് അയാൾക്കൊരു ജോലിയൊക്കെ കിട്ടി പരാശ്രയം കൂടാതെ സ്വന്തം കാലിൽ നിൽക്കാറാകുമ്പോൾ നമുക്ക് ആലോചിക്കാം. അപ്പോഴേക്കും മോളുടെ പഠിത്തമൊക്കെ കഴിയും. ഇതിനൊക്കെ പ്രായം, പക്വത എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ? നിന്റെ ഈ പ്രായത്തിനിടയ്ക്ക് എന്തെങ്കിലും ഇഷ്ടത്തിന് ഞങ്ങൾ എതിര് നിന്നിട്ടുണ്ടോ? ഇതും ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. അച്ഛാ, സുദീപ പ്ലീസ് അച്ഛാ, അവനൊന്ന് പറയരുത്. അയാൾ വരട്ടെ. അമ്മ. അർച്ചന, കയ്യിലിരുന്നൊരു പാവക്കുട്ടി നിനച്ചിരിക്കാതെ വളർന്നു പോയതിന്റെ ഒരു പരിഭ്രമം മാത്രമേ എനിക്കുള്ളൂ.
അച്ഛ, അരുണയുടെ മാർക്ക് ലിസ്റ്റ് കണ്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. എന്റെ വക ഒരു ട്രീറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നീ എന്ത് വാങ്ങിത്തരും എന്നുള്ള എന്നോട് ചോദിച്ചു. താസയിൽ പോയി അറേബ്യൻ ഫുഡ് കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അരുണയെ നിർബന്ധിച്ച് ബൈക്കിന് പിന്നിൽ കയറ്റിക്കൊണ്ടുപോയി. എന്നാ പിന്നെ എന്റെ അച്ഛനെ ഒന്ന് ഞെട്ടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവിടാം എന്നും പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിയതാ. അവിടെ നിങ്ങളുടെ വണ്ടി കണ്ടപ്പോ സ്കൂട്ടാവാന്ന് അരുണ പറഞ്ഞതാ. ഞാനാ അവിടേക്ക്. സോറി അച്ഛ. അതെ, ഇവിടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾക്ക് എതിർപ്പില്ല. മക്കളുടെ ജീവിതം നന്നായിരിക്കണമെന്നതിനപ്പുറം മാതാപിതാക്കൾക്ക് എന്ത് താല്പര്യം? അതെ, ഇയാൾക്ക് ഇവിടെ വരാം, ഇവളെ കാണണമെന്ന് തോന്നുമ്പോൾ. അല്ലാതെ ഈ ബൈക്കിൽ കയറ്റിയുള്ള സഞ്ചാരമൊന്നും വേണ്ട. ദേ, ഞങ്ങൾ ഇവളെ പൊതുസമൂഹത്തെ സാക്ഷിയാക്കി തനിക്ക് കൈപിടിച്ച് തരുന്നത് വരെ ഇവളുടെ നിയന്ത്രണം ഞങ്ങൾ മാതാപിതാക്കൾക്കായിരിക്കും. ജീവിതം നിങ്ങൾ തിരഞ്ഞെടുത്ത് തീരുമാനിച്ചു, ഞങ്ങളത് അംഗീകരിച്ചു. അതിനെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് മിനിമം ഡിമാൻഡുകളാണ്. ഞങ്ങൾ നിങ്ങളെ വിശ്വാസത്തിലെടുക്കുമ്പോൾ നിങ്ങളും ഇത് പാലിക്കണ്ടേ? ഇത് ഇത്ര ശാന്തമായി അവസാനിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു കലാപം പ്രതീക്ഷിച്ച് വന്നതാ ഞാൻ. ഞാൻ പറഞ്ഞില്ലേ എന്റെ അച്ഛനും അമ്മയൊക്കെ പാവങ്ങളാ. അങ്ങനെ നമ്മുടെ ട്രാക്ക് ക്ലിയർ ആയി. ഇളവാഴക്കൂമ്പിൻ നിറമുള്ള നീയൊരു തുളുനാടൻ പെണ്ണല്ലയോ? അളിവേണിത്തുമ്പിൽ കുടമുള്ള ചൂടാൻ അരികത്ത് വരികില്ലയോ? നീയൻ പ്രണയത്തിൻ ചിറകല്ലയോ? നീയൻ പ്രണയത്തിൻ ചിറകല്ലയോ? ഇളവാഴക്കൂമ്പിൻ നിറമുള്ള നീയൊരു തുളുനാടൻ പെണ്ണല്ലയോ? നിങ്ങളെ കാണുമ്പോ സത്യം പറഞ്ഞ പേടിയാ. ഇനി ചെറുക്കം വല്ല കുഴപ്പമൊപ്പിച്ചോ എന്ന ആശങ്ക. സാറിന്റെ സംസാരം കേൾക്കുമ്പോ ഞങ്ങൾക്ക് അതെന്താ? മോനെ പറ്റി ഒട്ടും പോസിറ്റീവായിട്ട് സംസാരിക്കാറില്ല. അല്ല, എന്തിനേതിനും അവനെങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ഒരു നല്ല രീതിയല്ല. അങ്ങനെ ചെയ്യാറില്ല. നിങ്ങളുടെ മകളുമായിട്ട് ചങ്ങാത്തം കൂടി അതിനെ ബൈക്കിന്റെ പിന്നിലെത്തി കറക്കി ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. ഒരു കലാപം ഉണ്ടാക്കാൻ ഇതൊക്കെ പോരെ? ഇനി അയ്യപ്പന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പിടിച്ചു കയറ്റി കരളത്ത് രണ്ട് പൊട്ടിച്ചാൽ പരിഹാരാവൂ? അറിയില്ല. പനി പലവിധമില്ലേ. എല്ലാ പനിക്കും ഒരു മരുന്നല്ലല്ലോ കൊടുക്കുന്നത്. മിസ്റ്റർ മേനോൻ, ഞങ്ങൾ ചിലതൊക്കെ തീരുമാനിച്ചു. കുട്ടികളുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കണ്ടായിരുന്നു. അല്ല, നിന്നിട്ട് കാര്യമില്ല. മോളെ മെഡിസിൻ വിടണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളിപ്പോ ഇത് സമ്മതിച്ചതുകൊണ്ട് അവള് സിവിൽ സർവീസ് എഴുതിയെടുക്കാൻ ഉറപ്പ് പറഞ്ഞിരിക്കുക. അതിനുവേണ്ടി അവൾ കഠിനമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. മിസ്റ്റർ മേനോൻ, സുധീവിന്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല? അങ്ങനല്ല. പണം പെറുന്ന ഒരു യന്ത്രം പോലെ ഞാൻ. കുറ്റപ്പെടുത്തിയതല്ല, അവസ്ഥ പറഞ്ഞു പോയതാ. ചോദ്യം ചോദിക്കുന്നത് ഇഷ്ടപ്പെടാത്ത തലമുറ, മറിച്ച് നമ്മളെ ചോദ്യം ചെയ്യാൻ ഉശിര കാണിക്കുന്ന തലമുറ. വൈകി ഉറങ്ങുകയും വൈകി മാത്രം ഉണരുകയും ചെയ്യുന്നവർ. അങ്ങനെ അയാൾ ഇനി വിടാനൊക്കില്ലല്ലോ. ഞാൻ സംസാരിക്കാം അയാളോട്. ഇങ്ങനെ പോയാൽ ശരിയാവും. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ എങ്ങനെ നിന്ന് തരണം, എങ്ങനെ സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവനൊരു അമ്മയുടെ കുറവുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതം ഭാഗ്യമുള്ളതാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? മക്കൾ നന്നാകുമ്പോഴാ, രക്ഷപ്പെടുമ്പോഴാ. അവൻ മദ്യപിക്കുമോ? നാളെ നിങ്ങളുടെ മരുമകനാകാൻ പോകുന്ന കുട്ടിയെ പറ്റി ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുള്ളൂ? ഞാനും എന്റെ അച്ഛനാ. ഇതൊരു അമ്മയുടെ ആശങ്കയാ. എനിക്ക് ഒറ്റ മോളാ. എനിക്ക് ഒറ്റ മോനെ. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 10 വർഷമായി മരുന്ന് കഴിച്ച് ഉറങ്ങുന്നവൻ ഞാൻ.
അച്ഛനും അമ്മ ഉണ്ടായിരുന്നു. ദേ താസയിൽ നല്ല മട്ടൻ ബിരിയാണി ഞാൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും വാങ്ങി. ഒരു കാര്യം ചെയ്യാം, ഇത് എന്റെ പെണ്ണിന് കൊടുത്തുവിടാം. അമ്മേ ഇതുകൊണ്ട് അരുണയ്ക്ക് കൊടുക്ക്. അതൊന്നും വേണ്ട. വേണം അമ്മേ, ഒന്നമ്മയ്ക്കും ഒന്ന് അരുണയ്ക്കും. അമ്മയുടെ പൊന്നുമോൻ തരുന്നതല്ലേ. വാങ്ങടോ. ദേ അമ്മ എന്നത് ഇയാൾക്കൊരു കുറവാണെങ്കിൽ അത് ഇവിടെ പരിഹരിക്കപ്പെടണം. ദേ, ഇവൾക്കൊരു സംശയം, ഇയാളൊരു നല്ല കുട്ടിയാണോ എന്ന്. അമ്മേ ഉദരത്തിൽ ഉയരാർന്ന നേരം മുതൽ ഉമ്മ വച്ചോ മനിച്ചമ്മ, നമ്മെ ഉമ്മ വച്ചോ മനിച്ചമ്മ. ഉയരങ്ങൾ തേടി പറന്നു പോകുമ്പോഴും ഉരുകുന്ന ഹൃദയമാണമ്മ. ഉയരങ്ങൾ തേടി പറന്നു പോകുമ്പോഴും ഉരുകുന്ന ഹൃദയമാണമ്മ. എനിക്ക് താല്പര്യമില്ല, അതിന്റെ ആവശ്യമില്ല, ഞാൻ സമ്മതിക്കില്ല. അച്ഛാ, നമ്മുടെ മോളെ അവന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചതാ. അത് അവളെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം, അവിടെ ജോലി കിട്ടിയതിന് ശേഷം എന്നോട് മോനോട് നീ എങ്ങനെയാണോ പറഞ്ഞത്, അത് അങ്ങനെ തന്നെ മതി. ദേ, അവന്റെ അമ്മ വരുന്നു ഗൾഫിൽ നിന്ന്. നമ്മൾ പരസ്പരം പറഞ്ഞു സമ്മതിച്ച സ്ഥിതിക്ക് അവർ ഓരോരോ മോതിരം കൈമാറട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കളെ വിളിച്ചു കൂട്ടി ചെറിയൊരു ചടങ്ങ്, അത്രമാത്രം. അത് വേണ്ട. കാര്യം മോള് നിന്റെയാ, നിന്റെ മോളെ നിനക്ക് ഇഷ്ടമുള്ള പിടിച്ചു കൊടുക്കാം. പക്ഷേ കയ്യേ കിടക്കുന്ന മോതിരം അത് അവളെ പഠിത്തത്തിന് തടസ്സമാ, അവൾ സ്വാതന്ത്ര്യത്തിന് വിലങ്ങ, മറ്റൊരുത്തിന്റെ അവകാശത്തിന്റെ അധികാരത്തിന്റെ ജനമാ. തൽക്കാലം അത് വേണ്ട. ഇനി എണ്ണാധികരിച്ച് നീ അത് ചെയ്ത സാന്നിധ്യം കൊണ്ട് പോലും ഈ അച്ഛനോട് സാക്ഷിയായി നിൽക്കില്ല. ഒന്ന് നിന്നേ. നാഴികയ്ക്ക് 40 വട്ടം മോളുടെ വിവാഹം നടത്തണമെന്ന് വാശി പിടിച്ചിരുന്ന അച്ഛൻ ഇപ്പോൾ ഇങ്ങനെ തടസ്സം നിൽക്കുന്ന അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. മൂത്തവർ വേണ്ട, പഴമൊഴിയൊന്നും എനിക്ക് കേൾക്കണ്ട. കാര്യം എന്താന്ന് വെച്ചാൽ പറയൂ. അച്ഛൻ കാര്യം പറ. മക്കളെ, കഴിഞ്ഞ ദിവസം ഞാൻ പെൻഷൻ വാങ്ങി മടങ്ങി വരുമ്പോ 2 ബൈക്കിൽ 6 കുട്ടികൾ, അതിലൊന്ന് എന്റെ മുന്നിൽ വന്നു നിന്നു. ഓടിക്കുന്നത് അയാൾ സുദീപ്. മുത്തച്ഛൻ എവിടെ പോയി സ്വാതന്ത്ര്യത്തോടെ അയാൾ. മറ്റു കുട്ടികൾ അപ്പൂപ്പൻ സൈനും നൈന്നൊക്കെ വിളിച്ച് എന്നെ പൊതിഞ്ഞു. പിന്നെ ശബ്ദമുണ്ടാക്കി ഒരു ഉത്സവം പോലെ കടന്നുപോയി. തിരികെ നടക്കുമ്പോ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ വിരമിച്ച മുരളീധരവാരി ഉണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചു അവനെ എങ്ങനെയാ പരിചയമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അവന്റെ ആലോചന നമുക്ക് വന്നിട്ടുണ്ടെന്ന്. അബദ്ധമാ നാരായണ, അവൻ കള്ളു കുടിക്കും, കഞ്ചാവ് കുടിക്കും, ഇല്ലാത്ത ഭക്ഷണത്തരങ്ങളൊന്നുമില്ല. വേണ്ടി വന്ന കാശ് കൊടുത്ത ആളെ പോലും കൊല്ലാൻ മടിക്കാത്ത കൂട്ടമാതെന്ന്. ഇല്ല, അയാൾ വെറുതെ പറഞ്ഞതാ. ഇവിടെ വരുന്ന സുധീപ് അവന്റെ സ്നേഹമൊക്കെ അച്ഛനും കാണുന്നതല്ലേ. ഉത്തരവാദിത്ത ബോധമുള്ളവരാ, സാമൂഹ്യ ബന്ധമുള്ളവൻ. അയാൾ അങ്ങനെ വെറുതെ ഒന്നും പറയില്ല. എനിക്ക് പേടിയാ മക്കളെ. നമ്മൾ പുറമേ കാണുന്നതല്ല ആരും, മനുഷ്യൻ അതവന്റെ ഉള്ളിലാ. സുധീപ് ഇവിടേക്ക് വന്നിരുന്നു? ഇല്ല. അവനെ അന്വേഷിച്ച് മറ്റാരെങ്കിലും? നിങ്ങൾ മോളെ ഒന്ന് വിളിച്ചേ. അരുണ, ഇങ്ങ് വന്നേ, സുധീപിന്റെ അച്ഛൻ വന്നിരിക്കുന്നു. എന്താ എന്താ മിസ്റ്റർ മേനോൻ? അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ്. അതിന് ആ, അച്ഛനിപ്പോ എത്തി. മോളെ, സുധീപ് ഇന്നലെ രാത്രി മുതൽ അവന്റെ ഫോൺ സ്വിച്ച് ഓഫാ. കുറച്ചു മുമ്പ് അമ്മയും വിളിച്ചു ചോദിച്ചു അവൻ എവിടെയെന്ന്. ഞാൻ അച്ഛനെ വിളിക്കാനായിട്ട് ഇരിക്കുവായിരുന്നു. അവൻ എവിടെ വെച്ചാ? പോലീസിനെ തിരക്കി വന്നു. എന്തിനാ? എന്തോ ക്രിമിനൽ കേസാ. ക്രിമിനൽ കേസോ? അതെ, അവർ 3-4 സുഹൃത്തുക്കൾ ചേർന്ന് ഒരു പാവം പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന്. ആത്മഹത്യക്ക് ശ്രമിച്ച ആ കുട്ടി മരിച്ചില്ല. അവളെ പോലീസിന് മൊഴി കൊടുത്തു. ഇവിടെ വന്നാൽ വിടരുത്, പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കണം. ക്രിമിനൽ അവൻ, ക്രിമിനൽ.
പോലീസ് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എടാ, ഞാനൊരു എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ നിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്. നിനക്ക് ജന്മം തന്നു എന്നതിനപ്പുറം അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തൊക്കെ വാർത്തകളും കഥകളുമാ പ്രചരിക്കുന്നത്. മാധ്യമങ്ങളിൽ പോലും നിന്റെ ഉൾപ്പെടെ പടങ്ങൾ, കേട്ടാൽ അറയ്ക്കുന്ന മേലുവരുക്കുന്ന കഥകൾ, അന്തിച്ചർച്ചകൾ, ഇതൊക്കെ കണ്ടു കേട്ടും ഞാൻ എങ്ങനെ മേനോന്റെ മോൻ എത്ര തവണ എന്നിവിടെ പോലീസ് വന്നെന്ന് അറിയാമോ? നിനക്ക് എന്നോടൊന്നും പറയാനില്ലേ? എനിക്ക് വല്ലാതെ വിശക്കുന്ന അച്ഛാ. നീ എപ്പോ വന്നാലും പോലീസിൽ വിവരം അറിയിക്കാമെന്നും പിടിച്ചേൽപ്പിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിരിക്കുക. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും മരണം വരെ പിന്തുടരുന്ന ഒരു വിപത്ത ചില ബന്ധങ്ങൾ. ഇതുകൂടി കഴിക്കും. മതിയച്ച, പോലീസുകാർ സമയത്തിന് ആഹാരം വാങ്ങി തരണമെന്നൊന്നും നിർബന്ധമില്ലെന്ന്. പോലീസിൽ വിവരം അറിയിക്കണം. പോലീസിനെ വിളിക്കുന്നതിന് മുമ്പ് അച്ഛൻ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം പ്ലീസ്. പ്ലീസ് അച്ഛാ. ഈ വിഷയത്തിൽ ഞാൻ നിരപരാധി. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ സുഹൃത്തുക്കൾ ഒന്നിച്ച് മദ്യവെച്ചു, 1-2 പുകയെടുത്തു. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഷിബുച്ചായന്റെ മകൻ അലൻ, അവന്റെ വീട്ടില് ഞങ്ങൾ കൂടിയത്. ഒരു പെണ്ണിപ്പോ വരുമെന്ന് പറഞ്ഞു. അവളുടെ സ്റ്റെപ്പ് മദറാണ് കൊണ്ടുവരുന്നതെന്നും പറഞ്ഞു. അലനും റിയാസും ഞാനും. റിയാസിന്റെ വണ്ടിയിൽ അവന്റെ ഡ്രൈവറാ 2 ആളിനെ കൂട്ടിക്കൊണ്ടു വന്നത്. ഞാനൊരു ഹായ് പറഞ്ഞ് കൈ കൊടുത്ത് അപ്പൊ തന്നെ അവളും സ്കൂട്ടായി. അല്ലാതെ എനിക്കിതിലൊരു പങ്കുമില്ല. ആ സ്ത്രീ മകളും അങ്ങനല്ലല്ലോ പരാതി കൊടുത്തിരിക്കുന്നത്. സത്യമായിട്ടും അവർ ഞങ്ങളെ ചീറ്റ് ചെയ്യുക. നീ നിരപരാധിയാണെങ്കിൽ അത് അങ്ങനെയാണെന്ന് പോലീസിനോട് പറയുക. ആദ്യം ഞാൻ നിരപരാധിയാണെന്ന് അച്ഛന് ബോധ്യപ്പെടണം. നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? അരുണെ പരിചയപ്പെട്ടതിന് ശേഷം, ആ മാതാപിതാക്കൾ ഞങ്ങളുടെ ബന്ധം അംഗീകരിച്ചതിന് ശേഷം ഞാൻ മാറാൻ ശ്രമിക്കുകയായിരുന്നു. സൗഹൃദങ്ങളെ ഒറ്റയടിക്ക് കട്ട് ചെയ്ത് കളയാൻ കഴിയാത്തതിന് ഞാൻ ബുദ്ധിപൂർവ്വം ഓരോരുത്തരെ ഒഴിവാക്കിയായിരുന്നു. ഞാൻ പുണ്യാളനൊന്നുമല്ല. എന്തിന്, നിങ്ങളുടെ അളവ് പോലും കൊണ്ട് അളന്ന നല്ലവൻ പോലുമല്ല. പക്ഷെ നല്ലതാകാനുള്ള ശ്രമത്തിലായിരുന്നു. കാരണം ഒരു വീടിൻ്റെ സൗന്ദര്യം എന്താണെന്ന്, ഒരു അമ്മയുടെ സ്നേഹം എന്താണെന്ന്, മാതാപിതാക്കളുടെ കരുതൽ എന്താണെന്ന് ഞാൻ ആ വീട്ടിൽ നിന്നും പഠിച്ചു. അവർക്ക് ചേർന്ന മകനാകാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. എവിടെയോ കൈമോശം വന്ന ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു കെണിയിലാകപ്പെടുന്നത്. പോലീസ് എന്നെ വിശ്വസിക്കണമെന്നില്ല. ഞാൻ പോലും നിന്നെ വിശ്വസിക്കാൻ ഭയപ്പെടുമ്പോ പോലീസുകാർ എങ്ങനെയാണോ നിന്നെ വിശ്വസിക്കുന്നത്? സത്യമായിട്ട് ഇത് ചതിയാണച്ച, കെണിയാ. അവരെന്നെ വിളിച്ച കോളിന്റെ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. എടുക്ക്. ഈ എവിഡൻസ് പോലീസിന്റെ കയ്യിൽ കൊടുത്താൽ അവരത് മുക്കും. വക്കീലേ, ഞാന് വിജയൻ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ ഈ രാത്രി തന്നെ കാണണം. ഓക്കെ?
അവന്. നിനക്ക് എന്തറിയായിരുന്നു കുട്ടി അവനെ കുറിച്ച്? ഒരു സുഹൃത്താക്കാൻ പോലും യോഗ്യതയില്ലാത്ത അവനെ. അമ്മ നിർത്തുന്നുണ്ടോ? അവനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണോ? ഈ വിചാരണ ഒന്ന് അവസാനിപ്പിക്കണം. ഡീ, ഞങ്ങൾ മാതാപിതാക്കളെ തീക്കുണ്ടത്തിന് മുകളിൽ നിർത്തിയിട്ട് ഇപ്പൊ ഞങ്ങൾ നിന്നെ വിചാരണ ചെയ്യുന്നു. എടി, ഞാനും നിന്റെ അച്ഛനും ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയാം നിനക്ക്? ഇത് കേട്ടതൊന്നും ഞാനിവിടെ സമാധാനമായിട്ട് ഇരിക്കണമെന്ന്. ഈ സമാധാനക്കേട് ഇവിടെ അവസാനിപ്പിക്കണം മോളെ. സാങ്കേതികമായി 2 കുടുംബങ്ങൾ പരസ്പര ധാരണ എടുക്കുന്ന ഉടമ്പടിയാ വിവാഹം. മോളെ, ഒരു മനുഷ്യനെങ്കിലും അവനെ കുറിച്ച് നല്ലത് പറയണ്ടേ? പലത് മറിഞ്ഞെടുത്തോട് പറയാതിരുന്നത് നീ വിഷമിക്കേണ്ടത് കരുതിയ. മോളെ, അവസാനിപ്പിച്ചേക്കണം ഇവിടെ എല്ലാം. ഞാൻ ആത്മഹത്യ ചെയ്യണോ അതോ അവനെ പോയി കൊല്ലണോ? എന്നെ ചതിച്ചതിന് മോളെ ചതിച്ചതാണെന്ന് ബോധ്യമുണ്ടല്ലോ. മോളോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൻ വേറൊരു പെണ്ണിന്റെ അരികിലേക്ക് പോകുമായിരുന്നോ? നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ ഒരു യോഗ്യതയാണ്. മോളെ, ഇനി അങ്ങനെ ഒരാൾ മോളുടെ ജീവിതത്തിൽ ഇല്ല. അവനോടുള്ള വാശിയായിരിക്കണം ഇനി മോളുടെ തുടർ ജീവിതം. അയ്യപ്പ നേരെ മോന് ജാമ്യം കിട്ടി. പക്ഷെ ഞങ്ങളുടെ മകൾക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. അവളുടെ മനസ്സിലേറ്റ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ഈ കാര്യത്തിൽ സുദീപ് നിരപരാധിയാണ്. അവൻ ചതിക്കപ്പെട്ടതാ. ഇപ്പൊ കൂടി സംഭവിച്ചതേ ഞങ്ങളുടെ മോളുടെ ഭാഗ്യ. അവൻ ആരാണെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടുല്ലോ. നിങ്ങളുടെ മകൻ ചീത്ത കുട്ടിയാണെന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ മകളെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് മിസ്റ്റർ മേനോൻ. അതായത് സുദീപ് എന്ന കെണിയിൽ നിന്നും ഞങ്ങളുടെ മകൻ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, സുദീപ് ഈ കാര്യത്തിൽ നിരപരാധിയാണ്. അതിനുള്ള തെളിവുകളുണ്ട്. മക്കളുടെ മുന്നില് മക്കൾക്ക് വേണ്ടിയ മാതാപിതാക്കൾ പലപ്പോഴും ഗതികെട്ട് തോറ്റുപോകുന്നത്. നിങ്ങളുടെ മകളും അയാളും തമ്മിലുള്ള ബന്ധം നിങ്ങൾ മാതാപിതാക്കൾ അംഗീകരിച്ചതിന് ശേഷം അവൻ എന്നേക്കാൾ, അവൻ്റെ അമ്മയേക്കാൾ നിങ്ങളെ സ്നേഹിച്ചു, ബഹുമാനിച്ചു. നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ അവനൊരു മാടപ്രാമിനെ പോലെ ഒതുങ്ങി നിൽക്കുന്നത് കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ട് ഞാൻ. അവൻ അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ഇവിടെ അവൻ ചതിക്കപ്പെട്ടതാണെന്ന് ഞാൻ അവിടെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാ? സോറി. ഒരു ജീവിതം തിരികെ കിട്ടുമെന്ന് തോന്നുമ്പോ നമ്മൾ വല്ലാതെ ചെറുതാകാനും തയ്യാറാകില്ലേ? സോറി, ഇനി വരില്ല. അതെ, അവളുടെ ഒരു അക്കാഡമിക് കെയർ നഷ്ടമാകുമെന്നായിരുന്നു എന്റെ ഭയം. ഭാഗ്യത്തിന് അതുണ്ടായില്ല. അൽഫോൺസ കോളേജിൽ അഡ്മിഷൻ റെഡി. അവിടുത്തെ പ്രിൻസിപ്പൽ എന്റെ കൂടെ പഠിച്ചൊരു ക്ലാരയാണ്. അവരിപ്പോ സിസ്റ്ററാ. കന്യാസ്ത്രീ കുപ്പായത്തിൽ എനിക്ക് അവരെ മനസ്സിലായില്ലെങ്കിലും അവർക്ക് എന്നെ മനസ്സിലായി. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും കൂടി ബിഷപ്പിനെ ചെന്ന് കണ്ടു. സിസ്റ്റർ ഉചിതമായ തീരുമാനമെടുത്തോളൂ എന്ന് പിതാവ്. തന്റെ മകൾ എന്റെ മകളെ പോലെ ഇവിടുന്ന് പഠിച്ചോട്ടെ എന്ന് ക്ലാര. കോളേജിനോട് ചേർന്ന് അമ്മമാർ നടത്തുന്ന ഒരു ഹോസ്റ്റലുണ്ട്. പിന്നെ മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ എന്തിനും പോകുന്ന കോച്ചിങ് സെന്ററുകൾ. സുരക്ഷിതമായി നിന്ന് പഠിക്കാനുള്ള സൗകര്യം. എന്തു പറയുന്നു മോളെ? നിങ്ങൾ കണ്ട കിനാവുകൾ സാധ്യമാക്കി തരിക എന്നതല്ലേ എന്റെ കടമ. ഞങ്ങളുടെ കിനാവുകളല്ല മോളെ, നല്ലൊരു നാളെ പറ്റി, നല്ലൊരു ഭാവിയെ പറ്റി മക്കള് തന്നെ കിനാവുകൾ നെയ്യുന്നെടുത്ത ഞങ്ങൾ മാതാപിതാക്കളുടെ വിജയം. മോളെ, ഇനിയൊക്കെ വേഗത്തിൽ വേണം. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങണം. എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നേടണം. മോളുടെ അടുത്ത കൂട്ടുകാർ പോലും ഇതൊന്നും അറിയരുത്.
ചോദിക്കുകയാണ്. അച്ഛനും അമ്മയല്ല. താല്പര്യമില്ല. ബുദ്ധിയും വിവേകവും ഉള്ളവർ താല്പര്യമില്ലാത്തടത്ത് വരില്ല. എനിക്ക് അരുണയെ കാണും. സാധ്യമല്ല. അവൾക്ക് നിന്നെ കാണാൻ താല്പര്യമില്ലെന്നാ. അരുണയെ കാണാൻ ഞാനിവിടെ നിന്ന് പോവില്ല. ഞങ്ങൾ പോലീസിനെ വിളിക്കും. നിനക്കെന്താണ് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് എന്നെ എങ്ങനെ വെറുക്കാൻ കഴിഞ്ഞു? അതിന് സ്നേഹിക്കാൻ പറ്റുന്ന എന്ത് യോഗ്യത നിന്നിൽ ഉള്ളത്? അമ്മ ഞാനത്ര പുണ്യാളൊന്നുമല്ല. എനിക്ക് ഒരു ചെകുത്താനെ കഥ ഇങ്ങോട്ട് കേൾക്കുകയും വേണ്ട. എനിക്ക് അരുണയെ കാണും. എന്ത് തന്നെ ആയാലും എനിക്ക് അവളോട് സംസാരിക്കണം. ഈ ചെറുക്കനെ പിടിച്ച് എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? എനിക്ക് നിന്നോട് തനിച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് നിന്നോട് തനിച്ച് സംസാരിക്കാനില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന്റെ മാതാപിതാക്കളുടെ സ്ഥാനത്തിൽ പറയാം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് താല്പര്യമില്ലെന്ന് ഒത്തിരി കേട്ടു നിന്റെ ചരിത്രം. ഞാൻ ഗൗരവമായി ആലോചിച്ചു. എന്നിട്ട് ഒരു ഉറച്ച തീരുമാനം എടുക്കുകയും ചെയ്തു. എനിക്ക് നിന്നെ കാണണ്ട, കേൾക്കണ്ട. നിന്റെ ഓർമ്മകൾ പോലും ഞാൻ എന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. എനിക്ക് അങ്ങനെ മായ്ച്ചു കളയാൻ കഴിയുന്നില്ല. കാരണം ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത വിധം ആഴത്തിൽ പച്ച കുത്തിയിരിക്കുക എന്റെ മനസ്സിൽ ഞാൻ നിന്നെ. മതി മതി സെന്റിമെന്റ്സ്. കടന്നു പോ. എനിക്ക് നിന്നെ കാണണ്ട. അമ്മേ ഒന്ന് പറയാമേ പ്ലീസ്. എന്ത് പറയണം? എന്ത് പറയണം? ഞാൻ കൊള്ളുകുടിയനെ പെണ്ണുകുടിയനെ നിന്നെ പറ്റി ഞാൻ എന്ത് പറയണമെന്ന്? സ്വന്തം അച്ഛന് പോലും ഇഷ്ടമില്ലാതെ നിന്നെ എന്റെ മകൾ ഇഷ്ടപ്പെടണം. അരുണ, എനിക്ക് നീയില്ല ജീവിക്കാൻ കഴിയില്ല. നിന്നെ മറക്കാൻ കഴിയില്ല. ഞാൻ നിന്നെ എന്നേക്കുമായി മറന്നു. പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഞാൻ മരിക്കും. ഞാൻ മരിക്കും. ഒറ്റയ്ക്കല്ല, ഒപ്പം ഇവളും ഉണ്ടാവും. കടന്നു പറ്റണം. ഇല്ലെങ്കിൽ ഞാൻ I love you, Aruna. I love you. അല്ല മോളെ, നാളെ പുതിയ കോളേജ് പോകുന്നേ? അതേച്ചാ, വൈകുന്നേരം അവളെയും കൊണ്ട് പോവാൻ നേട്ടം പറഞ്ഞിരിക്കുന്നത്. അതെയോ? ഏട്ടേ ഓഫീസിൽ പോയിട്ട് ഒന്ന് തല കാണിച്ചിട്ട് ഇപ്പൊ വരാൻ പറഞ്ഞ് പോയിരിക്കുക. തല മാത്രം കാണിച്ചാ മതിയോടി? എന്താച്ചാ? അല്ല, നിന്റെ തലയുള്ള മോൾ എവിടെ പോയെന്ന് ചോദിച്ചതാ. അവള് ക്ലാസ്സിലേക്ക് പോയിരിക്കാ. എന്തായാലും ഇപ്പൊ പഠിക്കേണ്ട കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമൊക്കെ വന്നിട്ടുണ്ട്. കാലക്കേണ്ട അച്ഛാ കൊച്ചിന് ഇങ്ങനെയൊക്കെ തോന്നിയത്. അയ്യപ്പനാണോടി? അതേച്ചാ. മോളുടെ കൂടെ? ഇല്ലച്ചാ. നീയൊന്നും പറഞ്ഞു മോളെ അവനെ കൊണ്ട് വരുന്നില്ല മോൻ. ഞാൻ അറിഞ്ഞു പെട്ടെന്ന്. നീ സാധനങ്ങൾ പാക്ക് ചെയ്യണോ? ഇതുകൂടി വെച്ചേ. മോൾക്ക് 2 ജോഡി പുതിയ ടോപ്പ് എടുത്തതാ. എന്തിനേട്ടാ വെറുതെ കാശ് കളയാൻ? ഇവിടെ അല്ലാഞ്ഞിട്ടാ? അവളൊരു പുതിയ കോളേജിലേക്ക് പോവല്ലേ, 2 ജോഡി പുതിയ ഇരിക്കട്ടെ അല്ലേ അച്ഛാ? പിന്നെ ഇരിക്കട്ടെ. അതെ, ഉച്ച ഊണ് കഴിഞ്ഞിറങ്ങണം. ഇരുട്ടുന്നതിന് മുമ്പ് എത്തണ്ടേ? എന്റെ 2 ജോഡി ഡ്രസ് എടുത്ത് വെക്കാൻ മറക്കണ്ട. എന്തിനാ എന്തിനാ അച്ഛൻ പോകുന്നുണ്ട് അവരുടെ കൂടെ? വെറുതെ ഒന്ന് കാണാൻ അത് രസമല്ലേ? കാണുന്നതും രസാ. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഒക്കെ ഉണ്ടോന്ന് നോക്കി കേട്ടോ, ഉത്തരവാദിത്തം എനിക്കിട്ടാ. ചിലപ്പോ ഒന്ന് കിട്ടുന്ന നല്ലതാ. ഹലോ, അതെ അയ്യപ്പൻ നായർ. അരുണമോളുടെ അച്ഛനാ. നിങ്ങളാരാ? എങ്ങനെ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? സത്യമാണോ? എന്താ എന്താ മോനെ? എന്താ? നീ വേഗം ഇറങ്ങ്, നമുക്കൊരിടം വരെ പോണം. കാര്യം പറയട്ടാ. വേഗം ഇറങ്ങ. എന്താണ് മക്കളെ? എന്താ? അത് പിന്നെ നമ്മുടെ മോള്. നമ്മുടെ മോള്? ഇല്ല, എനിക്കിത് പറയാൻ കഴിയില്ല.
ഒരു കേസിൽ നിന്ന് തലേ ഒരു രക്ഷപ്പെട്ടതേ ഉള്ളൂ. ഇനി വല്ലവന്റെ നെഞ്ചത്ത് കൊണ്ട് കയറ്റി അടുത്ത കോടാലും ഉണ്ടാക്കിക്കോണം കേട്ടോ. അച്ഛാ, ഞാൻ അല്പം തിരക്കില്ല. ഞാൻ ഇന്ന് ഈവനിങ് ഫ്ലൈറ്റിന് ഗൾഫിലേക്ക് പോകും. എന്തോന്നാണ് സെക്കൻഡ് ഷോയ്ക്ക് പോകുന്ന പറയുന്ന പോലെ ഗൾഫിൽ പോകുന്ന പറയുന്നത്? സത്യവാ, ദേ ടിക്കറ്റും വിസയും ഒക്കെ എത്തി. അമ്മ അയച്ചു തന്നത്. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് തീരുമാനിച്ചതാണോ? അതോ എന്നെ അറിയിക്കണ്ടെന്ന് നിന്റെ അമ്മ പറഞ്ഞു? ഏയ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ ടിക്കറ്റ് ഓക്കെ ആയിട്ട് അച്ഛനോട് പറയാന്ന് കരുതി. എടാ, ടിക്കറ്റ് ഓക്കെ ആയി എന്ന് പറയുമ്പോ ഈ പ്രോസസ്സിന്റെ അവസാന ഘട്ടമല്ലേ? എനിക്ക് തർക്കിച്ചിരിക്കാൻ സമയമില്ല. എടാ കുഞ്ഞെ, നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അച്ഛൻ എന്റെ മാനസികാവസ്ഥ അറിയാവുന്നതല്ലേ. അതിലൊന്നും ഏതെങ്കിലും തരത്തിൽ ഞാൻ ദോഷം ചെയ്തിട്ടില്ല. ഉണ്ടോ? നിന്നെ ബാധിക്കുന്നതല്ല എന്നെയും ബാധിക്കുന്നത്. എനിക്കിവിടെ നിന്നൊരു മാറ്റം, ഒരു രക്ഷപ്പെടൽ ആവശ്യമായിരുന്നു. ഞാൻ കാര്യങ്ങളെല്ലാം അമ്മയോട് സംസാരിച്ചു. അമ്മ ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞു. തൽക്കാലം ആരും ഇതറിയണ്ട, അച്ഛൻ പോലും ഒന്നും. എല്ലാം ശരിയായിട്ട് അച്ഛനോട് പറഞ്ഞാൽ മതിയെന്ന്. ഏതാണ്ട് തിരിച്ചറിവായതിനു ശേഷം എന്നെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ നീ എന്നെ അനുസരിച്ചിട്ടുണ്ടോടാ? അതൊന്നും സംസാരിക്കാൻ പറ്റിയ സമയമല്ലത്. വർഷങ്ങൾക്ക് മുൻപ് ആവശ്യമില്ലാത്ത കലഹങ്ങളുണ്ടാക്കി നിന്റെ അമ്മ പോയി. ഇപ്പൊ നീയും. തനിച്ച് ജീവിക്കാൻ ഭയമുണ്ടായിട്ടല്ല, നനച്ചിരിക്കാതെ തനിച്ചായി പോയി എന്ന ദുഃഖം. പെട്ടിയൊക്കെ പാക്ക് ചെയ്യണ്ടേ? അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ നിങ്ങൾ എല്ലാ കാര്യത്തിലും വളരെ പ്രീ പ്ലാൻഡ് ആയിരുന്നു അല്ലേ? ഒന്നും അറിയാത്തത് ഞാൻ മാത്രം. ദുബായ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 6 മണിക്കൂർ ദൂരേ ഉള്ളൂ. അവിടെ എയർപോർട്ടിൽ അമ്മ കാത്തു നിൽക്കും. 6 മണിക്കൂർ പറന്നു കഴിയുമ്പോൾ എത്തുന്നത് മറ്റൊരു രാജ്യത്താണ്. അവിടെ എത്തണമെങ്കിലും തിരികെ വരണമെങ്കിലും അവരുടെ അനുമതി ആവശ്യമാണ്. ഇനിയിപ്പോൾ സമയം കളയണ്ട, ഞാൻ ഇയാളെ എയർപോർട്ടിൽ കൊണ്ടുവിടാം. അത് വേണ്ട, ഞാനൊരു ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അയാൾ എന്നെ എയർപോർട്ടിൽ വിട്ടോളൂ. സത്യമായിട്ടും മക്കളെ, എനിക്കതൊരു ഷോക്കി അനുഭവം. ഇവിടേക്ക് വരുമ്പോ നീ ഉണ്ടെന്നൊരു ആശ്വാസമായിരുന്നു. സെന്റിമെന്റ്സ് കേട്ട് എന്റെ ഫ്ലൈറ്റ് മിസ്സായി. ഒരു ജീവിതം തന്നെ മിസ്സായിട്ട് എനിക്ക് ഞാൻ വിളിച്ച ടാക്സി ആയിരിക്കും. നമ്പർ കയ്യിലുണ്ടല്ലോ. വിരോധമില്ലെങ്കിൽ, മറന്നു പോകുന്നില്ല എങ്കിൽ ഒന്ന് വിളിച്ചേക്കണം വല്ലപ്പോഴും. ശരി, പോയിട്ട് വരാം. ഹാപ്പി ജേർണി. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നിന്റെ അമ്മയോട് പറയണം, അവൾ സംശയിച്ചത് നിഴലിനെയാണെന്നും പൊരുളിപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്നും. നന്നായി. മോൻ ദുബായിലേക്ക് പോവുക. ഇവനെ അങ്ങനെ വിടാൻ പറ്റുമോ? ഈ നായ് വൈകുന്നേരം കൊന്നുകളയാനാ ഞാൻ വന്നത്. എന്തിനാണ് കാണിക്കുന്നത്? ഈ കള്ള നായിന്റെ മോൻ ചെയ്തതെന്താണെന്ന് അറിയോ? എന്റെ പൊന്നുമോളെ തെരുവിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ആശുപത്രി കിടക്കയിൽ എന്റെ പൊന്നുമോളും പ്രാണന് വേണ്ടി പിടയുക. CCTV ദൃശ്യങ്ങൾ നീ അത് ചെയ്യുന്നു. ജീവിതം തെരുവിലിട്ട് കത്തിച്ചാൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട? എന്താ മോനെ ഡോക്ടർ പറഞ്ഞേ? മോളുടെ നില
മെച്ചപ്പെട്ടു എന്നാ. ഇവിടുന്ന് മുറിയിലേക്ക് മാറ്റാറായോ? അതൊരു പക്ഷേ ഇനിയും ദിവസങ്ങൾ എടുക്കുമായിരിക്കും. എന്തായാലും എന്റെ മോള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലോ, എനിക്കത് മതി. മോനെ, അർച്ചനയുടെ ഇരിപ്പ് കണ്ടോ? 2 ആഴ്ചയായി മുറിക്ക് പുള്ളിങ്ങനെ. ഇനി ഇതിന് ചികിത്സിക്കേണ്ടി വരരുത്. അർച്ചനെ, ഞാൻ ഡോക്ടറെ കണ്ടു. നമ്മുടെ മോള് സംസാരിച്ചു വന്ന, ആഹാരം കഴിച്ചു വന്ന. ഈശ്വരാ, അയ്യോ, അവൾ അപകടനില പൂർണ്ണമായും തരണം ചെയ്തു എന്നാ ഡോക്ടർ പറഞ്ഞ്. മാസം 1 കഴിഞ്ഞില്ലേ നമ്മൾ അവളെ ഒരു നോക്ക് കണ്ടിട്ട്? എന്തുകൊണ്ടാണ് നമ്മുടെ മോളെ ബന്ധുക്കളെ പോലും കാണിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് അറിയോ? ആ കാഴ്ച സ്വന്തം മാതാപിതാക്കൾക്ക് പോലും സഹിക്കാൻ പ്രയാസമായിരിക്കും. എന്റെ പൊന്നോ! അവൾക്ക് ആത്മവിശ്വാസം നൽകേണ്ടത്, അവൾക്ക് താങ്ങാകേണ്ടത് നമ്മളാ. പ്രത്യേകിച്ചും അർച്ചനെ, നീ. എനിക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ലേ. നമ്മുടെ കിനാവുകൾക്ക് തീ പിടിച്ചു, പക്ഷെ നശിച്ചില്ല. നമ്മുടെ മോളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അതിന് നീ ബലമായി നിൽക്കണം. അയ്യോ, അയ്യോ, സങ്കടങ്ങളും നിരാശകളും ഒക്കെ കഴുകി കളയണമെന്നും. എന്തിനാ വന്നേ? മോളെ ഒന്ന് കാണാൻ കഴിയുമോ? പറ്റില്ല. എന്ത് കാണാനാണോ ഇയാൾ വന്നത്? തന്റെ മകനൊരു ജീവനെ തെരുവിലിട്ട് പച്ചയ്ക്ക് കത്തിച്ച് കളഞ്ഞിട്ട് ആചാരം കാണാൻ വന്നതോ? അതോ ഇനി എന്തോരം കത്താൻ ബാക്കിയുണ്ടെന്നറിയാനോ? ഞാനൊരു പെണ്ണാ, അമ്മയാ. എന്റെ കനവുകളാ എരിഞ്ഞു പോയത്. എനിക്ക് കരയാൻ മാത്രമല്ല, പ്രതികരിക്കാൻ അവകാശമുണ്ട്. ഇറങ്ങിപ്പോണോ? ജന്മം നൽകിയ മകനെന്ന ദുരന്തം ഒരിക്കലും ആറാത്ത കനലായി ചങ്കിനെ പൊള്ളിക്കുമ്പോ നിങ്ങൾ ഇരയും ഞാൻ വേട്ടക്കാരനും. നിങ്ങളുടെ സങ്കടങ്ങളുടെ ഓഹരി കൈപ്പറ്റാൻ വന്നത് ഒരു അഗ്നിപർവ്വതം പോലെ പുകയുക എന്റെ മനസ്സും. ഒരിക്കലും ശരിയാക്കാത്ത ഗണിതം പോലെ മകൻ ഒരു പിതാവിന്റെ കണക്കുകൾ തെറ്റിക്കുമ്പോ, ജീവിതം തെറ്റിക്കുമ്പോ ക്ഷമിക്കണം, ക്ഷമിക്കണം സഹോദരി. അരുണമോള് എത്തിയിട്ടില്ല. ഞാൻ കരുതി ഡിസ്ചാർജായി വന്നു കാണുമെന്ന്. അതുകൊണ്ടാണ് ലീവ് എടുത്ത് ഇങ്ങോട്ട് പോരുന്നത്. ബില്ല് ശരിയാക്കുന്നു, ഉടനെ വരുന്നു പറഞ്ഞിട്ടുണ്ട്. 3 മാസത്തെ ആശുപത്രി വാസത്തിന് ശേഷം എന്റെ മോള് മടങ്ങിച്ച മുഖമാകെ പൊള്ളി വികൃതമായി, കാണാൻ പറ്റാത്ത അവസ്ഥയില്ല. ഇഷ്ടപ്പെട്ട പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഈ കുട്ടികൾക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നത്? ഈ ആവനാടിയിൽ നിന്ന് പുറപ്പെട്ട അമ്പ് തിരിച്ചു പിടിക്കാൻ ഒക്കില്ല. അങ്ങനെ ചില മക്കൾ അത് ലക്ഷ്യം തെറ്റി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ജാമ്യം തേടിപ്പോലും ഞാൻ പോകില്ലെന്ന് പറഞ്ഞപ്പോ അമ്മ വന്ന് മോനെ ജാമ്യത്തിറക്കി അവളോടൊപ്പം അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നെ ശത്രുപക്ഷത്ത് നിർത്തി കുറ്റക്കാരനാക്കി. ഞാൻ വളരുമ്പോൾ അച്ഛനെ കൊല്ലുമെന്ന് അവൻ പറഞ്ഞത് കേട്ടിട്ട് അവൾ ചിരിച്ചു. തിന്മ വിതച്ചാൽ തിന്മയല്ലേ വളരൂ. ഓട് വരുന്നുണ്ട്.
ഇതുവരെ സന്ദർശകരാരും അനുവദിച്ചിരുന്നില്ല. ഇനിയിപ്പോ ഡിസ്ചാർജ് ആയ സ്ഥിതിക്ക് അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. സാറെപ്പോഴെത്തി? കുറച്ചു നേരമായി. അച്ഛാ, ഈ ബാഗ് അകത്തോണ്ട് വെച്ചിട്ട് നമ്മുടെ മോളെ മുഖം നോക്കുന്ന ആ കണ്ണാടിയും എടുത്തോണ്ട് വരും. വീട്ടിൽ ചെല്ലുമ്പോ അവൾക്ക് അവളെ ബോധ്യമാക്കി കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. മറ്റുള്ളവർ പറഞ്ഞറിയുന്നതിനേക്കാൾ നല്ലത് സ്വയം ബോധ്യമാകുന്നത് അത്രേ. നിരവധി തവണ കൗൺസിലിംഗ് കൊടുത്തതാ. പക്ഷെ എന്റെ പൊന്നുമോള് ആ യാഥാർത്ഥ്യത്തെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന ഭയം. തെരുവിൽ നിന്ന് ആളെ കത്തിയപ്പോ ജീവിതത്തിലേക്ക് ഒരു മടക്കയാത്ര ഉണ്ടാകുമെന്ന് കരുതിയില്ല അച്ഛാ. ജീവിതം അങ്ങനാ മോളെ. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലയിടത്തും അത് നമ്മെ പിടിച്ചു നിർത്തും. സോറി അച്ഛാ. എന്തിനാ മോളെ? ദേ, വിജയ സാർ ആദ്യം ഇവിടെ ഒന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ നിമിഷം മുതൽ ഇതുവരെയും നമ്മോടൊപ്പം ഉണ്ട്. മോളെ, ഇത് നിന്റെ 2ാം ജന്മമാ, തികച്ചും റീബർത്ത്. ഇവിടെ ഇവിടെ നീ ഒരു പുതിയ ആളാ. ഇതുവരെ മനഃപൂർവ്വം നിന്നെ കാണിച്ചില്ല. ഇനി നീ നിന്നെ കാണണം, റിയലൈസ് ചെയ്യണം. എന്റെ പൊന്നുമോള് കണ്ണാടിയിൽ മോളെ കാണാൻ പോവാ. എനിക്കിത് കാണാൻ കഴിയുന്നില്ല. എന്റെ മോളെ കാണാൻ കഴിയാത്ത ആരും ഇനി ഈ വീട്ടിലുണ്ടാവരുത്. അത് അച്ഛനാണെങ്കിൽ പോലും. ഇവൾ ഇപ്പോഴും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവളാ. മക്കൾ എന്തായാലും എങ്ങനെയായാലും മാതാപിതാക്കൾക്ക് അന്യരല്ല. സ്നേഹം തിരിച്ചറിയാത്ത മക്കളുടെ ശ്രദ്ധയ്ക്ക് നീ ഒരു പ്രതീകമാ. തെറ്റായ സ്നേഹബന്ധങ്ങളിൽ പെട്ടു പോകുന്ന മക്കൾക്ക് നീ ഒരു പാഠമാ. തെരുവിൽ കത്തിയമരുന്ന പെൺമക്കളുടെ ജീവിതം പുതിയ കാലത്തെ തലമുറയിലെ മക്കൾക്കൊരു പാഠമാവണം. ഒപ്പം ആരുണ്ട്? ഞങ്ങൾ മാതാപിതാക്കൾ. ഉയർച്ചയിൽ കണ്ട് ആനന്ദിക്കാനും വീഴ്ചയിൽ താങ്ങായി ഒപ്പം നിൽക്കാനും ഞങ്ങളുണ്ട് മാതാപിതാക്കൾ. ജീവിതം നൽകുന്ന പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് നീങ്ങണം. നിന്റെ തൊലിപ്പുറം മാത്രമേ അവൻ കത്തിച്ചിട്ടുള്ളൂ. മനസ്സ് അതാർക്കും തോൽപ്പിക്കാനൊക്കില്ല. തോൽക്കരുത്. ആത്മവിശ്വാസത്തോടെ എന്റെ പൊന്നുമോള് മുന്നോട്ട്. ഈ കാലത്തിന്റെ മുഴുവൻ മക്കളുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട്. നേർവഴി കാട്ടുന്ന ദൈവങ്ങളാകുന്നു മാതാപിതാ ഗുരു സർവം. നേർവഴി കാട്ടുന്ന ദൈവങ്ങളാകുന്നു മാതാപിതാ ഗുരു സർവം. ആ വഴിത്താരയിൽ കണ്ണടയ്ക്കാതിനി കാണേണമാ സത്യരൂപം. ആ വഴിത്താരയിൽ കണ്ണടയ്ക്കാതിനി കാണേണമാ സത്യരൂപം. നമ്മൾ ഓർക്കേണമീ മഹാസത്യം. നമ്മൾ ഓർക്കേണമീ മഹാസത്യം. നമ്മൾ ഓർക്കേണമീ മഹാസത്യം. നമുക്ക് ഒരു നല്ല കൈയ്യടി കൊടുക്കാം. കാരണം ഒരു നല്ലൊരു നാടകം സമകാലിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിച്ചു.
അതിനേക്കാൾ ഉപരിയായിട്ട് ലൈറ്റും സൗണ്ടും സ്റ്റേജും ഇവരുടെ അഭിനയവും എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു നല്ല നാടകം ഉണ്ടാകുന്നത്. അതിന് വളരെയേറെ പ്രയത്നിച്ച എല്ലാ അഭിനേതാക്കൾക്കും എൻ്റെ വ്യക്തിപരമായ പേരും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഇതിൻ്റെ ഡയറക്ടറായ റോയ് അടിമാലി ചേട്ടന് പൊന്നാടി അണിയിക്കാനായിട്ട്